ഇപ്പോൾ ലോജിക്കൽ റീസണിംഗ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ആദ്യമായിട്ട് എടുക്കുകയാണ് ലോജിക്കൽ റീസണിങ്ങിൻ്റെ ക്ലാസ്. അപ്പോൾ എന്താണ്, എങ്ങനെ പോകുന്നു നിങ്ങളുടെ പഠനമൊക്കെ? എക്സാം ഈസ് വെരി നിയർ ടു അസ്. വാട്ട് അബൌട്ട് യുവർ സ്റ്റഡി ആൻഡ് ഇതുവരെ എത്തി, എങ്ങനെ പോകുന്നു? ജസ്റ്റ് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കൂ. അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ്ങിൻ്റെ അവസ്ഥ എന്താണ്? ലോജിക്കൽ റീസണിങ് എങ്ങനെ പോകുന്നു? ജസ്റ്റ് ഈസി ആയിട്ടാണോ, കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയ ആണോ, എങ്ങനെയാണ് എല്ലാവർക്കും തോന്നുന്നത്? അതോ ആദ്യമായിട്ട് ലോജിക്കൽ റീസണിങ് ഫസ്റ്റ് ആയിട്ട് ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്നവർ അങ്ങനെ ഉണ്ടോ? Going on well, okay. ലോജിക്കൽ റീസണിങ് ബുദ്ധിമുട്ടാണോ, ഈസി ആണോ, അതൊരു മോഡറേറ്റ് ലെവലാണോ, എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ലെവലിൽ ഒന്ന് ജസ്റ്റ് അറിയിക്കോ? ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന്. എല്ലാവരും എത്തിയിട്ടില്ലേ ബ്രേക്ക് കഴിഞ്ഞിട്ട്? ഓക്കെ, മോഡറേറ്റ്, നോട്ട് സിമ്പിൾ. ഓക്കെ, ഒന്നാമത് ലോജിക്കൽ റീസണിങ് ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ കുറച്ചൊരു സിമ്പിൾ അല്ല, ഒരു ഡിഫിക്കൽട്ട് ലെവൽ നമുക്ക് ഫീൽ ചെയ്യാൻ കാരണം നമ്മൾ മുന്നേ എവിടെയും ലോജിക്കൽ റീസണിങ് നമ്മൾ ക്ലാസ് ആ ഒരു മൊഡ്യൂളിൽ വരുന്ന കാര്യങ്ങളൊന്നും നമ്മൾ എവിടെയും മുന്നേ, ഇപ്പോൾ മാത്തമാറ്റിക്കൽ റീസണിങ് ആണെങ്കിൽ നമ്മളൊരു +2 ലെവൽ വരെയുള്ള മാത്സ് കാര്യങ്ങളാണ് പഠിക്കുന്നത്. പക്ഷേ ലോജിക്കൽ റീസണിങ് ലോജിക്കാണ്, നമ്മുടെ ലോജിക് ഉപയോഗിച്ചാണ് ഒരുവിധം. ഇന്ത്യൻ ലോജിക് അല്ലാത്ത വെസ്റ്റേൺ ലോജിക് ഏകദേശം നമ്മുടെ ലോജിക് ഉപയോഗിച്ച് ആൻസറിലേക്ക് എത്തേണ്ട ഒരു സിസ്റ്റമാണ്. പിന്നെ കുറച്ച് ടേംസുകൾ കാര്യങ്ങളൊക്കെ പുതുതായിട്ടായിരിക്കും, അതായിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് കുറച്ചൊരു നോട്ട് സിമ്പിൾ എന്നുള്ള രീതിയിൽ തോന്നാൻ കാരണം. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പഠിക്കാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട് ലോജിക്കൽ റീസണിങ്ങിൻ്റെ മൊഡ്യൂള്. ഒരു അറൗണ്ട് ഒരു 1 month ഒക്കെ എടുത്തിട്ട് പഠിച്ചൊരു ചാപ്റ്ററാണ്. പക്ഷെ ആ പഠിച്ച ഒരു സമയത്തിന് ശേഷം പിന്നെ നമുക്ക് എക്സാമിന്റെ തലേന്ന് പോലും ഒരു റിവൈസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അത്രയും ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഒരിക്കലും നമുക്ക് അത് വീണ്ടും റിവൈസ് ചെയ്യേണ്ടി വരികയോ ആ മൈൻഡിൽ അത് അവിടെ ഇങ്ങനെ കിടക്കും. ഒരു പിന്നെ എക്സാമിന്റെ തലേന്ന് നമ്മളൊന്ന് നോക്കേണ്ടൊന്നും ആവശ്യം വരില്ല. പഠിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ മാർക്കും മിസ്സാവാതെ, അതായത് ആ ഒരു ഇപ്പൊ മാത്തമാറ്റിക്കൽ റീസണിങ് ആണെങ്കിൽ മാത്സിൽ നമ്മൾ കുറച്ചും കൂടി എന്താ പറയാ, ഒരു ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ അവർ ചോദിക്കും. പക്ഷെ ലോജിക്കൽ റീസണിങ്ങിന്റെ ആ ഒരു കുറച്ച് ടേംസ് കാര്യങ്ങൾ കുറച്ച് മനസ്സിലാവാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷെ പഠിച്ച് മൈൻഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഒറ്റ മാർക്ക് മിസ്സാവാതെ നമുക്ക് കിട്ടുന്ന ഒറ്റ മൊഡ്യൂളാണ് പേപ്പർ 1 ഉള്ളത്. അത് ലോജിക്കൽ റീസണിങ് ആണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അങ്ങനെയാണ്. നമ്മൾ പഠിക്കാൻ മേ ബി നമ്മൾ ടൈം എടുത്തിരിക്കും, പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ കാരണം ഒന്നും കുറച്ച് ഔട്ട് ഓഫ് സിലബസ് ആയിട്ടോ അപ്പുറത്തുനിന്നോ ഇപ്പുറത്ത് പിന്നെയും നമുക്ക് ഇന്ത്യൻ ലോജിക്കിൽ കുറച്ചെങ്കിലും ഒക്കെ എന്തുണ്ടാവും, കുറച്ചും കൂടിയൊക്കെ ചിലപ്പോ അവിടുന്ന് ചോദിക്കും. പക്ഷെ വെസ്റ്റേൺ ലോജിക്കിലൊന്നും അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊന്നും ചോദിക്കാനില്ല. എന്താണോ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ആ സിലബസിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ തന്നെയേ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഒരിക്കലും മാർക്ക് മിസ്സാവാതെ കിട്ടുന്ന ഒരേ ഒരു മൊഡ്യൂളാണ്. അപ്പോൾ നല്ലവണ്ണം നിങ്ങൾ മാക്സിമം ഈ ഒരു ക്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഏത് കോച്ചിങ് സെന്ററിൽ ഇപ്പോൾ ഒരു UGC നെറ്റിന്റെ ഒരു സിസ്റ്റം തന്നെ അങ്ങനെയാണ്. നമ്മൾ ഒരിക്കലും ഒറ്റൊരു ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് അതിൽ മാത്രം എന്താ കിട്ടുന്നതല്ല, നമ്മൾ റിസർച്ച് ചെയ്ത് പഠിക്കണം. നമ്മളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു പഠിച്ചിരുന്നത്. മാക്സിമം മെറ്റീരിയൽ കളക്ട് ചെയ്യുക. ഞാനിപ്പം ലോജിക്കൽ റീസണിങ്ങിന്റെ ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്ക് വരുന്ന മാക്സിമം മെറ്റീരിയൽ നമുക്ക് എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുമോ അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ലോജിക്കൽ റീസണിങ്. ലോജിക്കൽ റീസണിങ്ങിന്റെ മെയിൻ എല്ലാതും അങ്ങനെ തന്നെയാണ്. നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് പഠിക്കുമ്പോൾ കുറച്ചും കൂടി, പക്ഷേ ലോജിക്കൽ റീസണിങ് കുറച്ചും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു വേ ഓഫ് ക്വസ്റ്റ്യനിങ് ഉണ്ടല്ലോ, അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ലോജിക്കൽ റീസണിങ്ങിന്റെ ഒരു ഇൻട്രോ എന്ന നിലയ്ക്ക് ഇതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം മെറ്റീരിയൽ കളക്ട് ചെയ്യുക, പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാം, ഒക്കെ ക്ലിയർ ചെയ്ത് തരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്കെന്നാ തുടങ്ങാം അല്ലേ? എല്ലാവരും എത്തിയില്ലേ? ജസ്റ്റ് ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ തന്നതാണ്.
ഓക്കെ. അപ്പോൾ എൻ്റെ സ്ക്രീൻ ഓക്കെ അല്ലേ ഗൈസ്? ഓക്കെ, സ്ലൈഡ് ഫുൾ സ്ക്രീൻ ആക്കൂട്ടോ. ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ. ഓക്കെ അല്ലേ? ഇപ്പൊ ഫുൾ സ്ക്രീൻ അല്ലേ ഗൈസ്? ഓക്കെ, എന്തെങ്കിലും ക്ലിയർ ആവായോ മനസ്സിലാവായോ ഉണ്ടെങ്കിൽ ലാസ്റ്റിലേക്ക് നിൽക്കണ്ട, ജസ്റ്റ് കമന്റ് ചെയ്യുക. അപ്പോൾ ഞാൻ കമന്റ് ബോക്സ് ശ്രദ്ധിക്കും. അപ്പോൾ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഞാൻ എന്ത് ചെയ്യാം, എന്തെങ്കിലും മനസ്സിലാവും ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്തിട്ട് പോവാട്ടോ. ഓക്കെ, ജസ്റ്റ് ലോജിക്കൽ റീസണിങ്ങിന്റെ സിലബസ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മെയിൻ ലോജിക്, ദെൻ ഇന്ത്യൻ ലോജിക്കാണ്. ഇന്ത്യൻ ലോജിക്കിൽ കുറെ നമ്മൾ കേട്ടിട്ടുള്ള പ്രത്യക്ഷ അനുമാനം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. പക്ഷെ മനസ്സിലാവാൻ കുറച്ച് പണിയുള്ളതാണ്. നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും നമ്മളൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്ത് ചെയ്യും, അത് കുറച്ചൊരു നമുക്കൊരു കൺഫ്യൂസിങ് ആണ്. പക്ഷെ ആ ഒരു കൺഫ്യൂസിങ് ഉള്ളത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ മനസ്സിലാക്കിയേക്ക ആ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഏരിയ കൂടി നമ്മൾ ക്ലിയർ ആക്കി പോയാൽ ഒരൊറ്റ മാർക്കും എന്താണ് നമുക്ക് മിസ്സാവില്ല. ഇപ്പൊ വെസ്റ്റേൺ ലോജിക്കില് ഫസ്റ്റ് ആയിട്ട് തന്നെ പറയുന്നത് ആർഗ്യുമെന്റ്സ് ആണ്. സ്ട്രക്ചർ ആൻഡ് ഫോംസ് ഒക്കെ ആർഗ്യുമെന്റ്സ്, പിന്നെ ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് റീസണിങ്, കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ ആൻഡ് മോഡേൺ ഫിഗർ, സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ, ടു കൈൻഡ്സ് ഓഫ് മീനിങ്, ഇന്റൻഷൻ ആൻഡ് എക്സ്റ്റൻഷൻ, വെൻ ഡയഗ്രാം ടു ഫൈൻഡ് വാലിഡിറ്റി ഓഫ് എൻ ആർഗ്യുമെന്റ്, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഫാലസീസ്. ഇത്രയാണ് വെസ്റ്റേൺ ലോജിക്കില്. ഇനി സബ് ടോപ്പിക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്റെ വോയിസ് ക്ലിയർ അല്ലേ? എല്ലാം ഓക്കെ അല്ലേ? കുഴപ്പമൊന്നും ഇല്ലല്ലോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് ജസ്റ്റ് അറിയിച്ചാൽ മതി കേട്ടോ. എന്തെങ്കിലും കണക്ഷൻ പോയി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാല് ഓക്കെ. ദെൻ ഇന്ത്യൻ ലോജിക്കിലാണ്. ഇന്ത്യൻ ലോജിക്ക് പ്രമാണാസ് വരുന്നുണ്ട്, സ്ട്രക്ചർ ആൻഡ് ടൈപ്സ് ഓഫ് അനുമാന, വ്യാപ്തി, ഹെത്തോഭാഷാസ്, അതായത് ഫാലസീസ്. ഇത് ഇത്രയാണ് ഇന്ത്യൻ ലോജിക്കിൽ. സബ് ടോപ്പിക്കുകൾ വരുന്നുണ്ട്, അത് നമ്മളിങ്ങനെ പറഞ്ഞു പോകും. ഓക്കെ, അപ്പോ നമ്മൾ ഫസ്റ്റ് ആയിട്ട് പറയുന്നത് കുറച്ച് ടേമുകൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാണ്ട് ഇതിൽ നല്ലോണം പരിചയപ്പെടാനുണ്ട്. ആദ്യമായിട്ട് വെസ്റ്റേൺ ലോജിക് അല്ല, ഇന്ത്യൻ ലോജിക് ആയാലും ലോജിക്കൽ റീസണിങ്ങിന്റെ ക്ലാസ്സുകൾ ഫസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ്. കുറച്ച് ഇൻട്രൊഡക്ഷൻസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ വരുന്ന കുറച്ച് ടേംസ് കാര്യങ്ങൾ കേട്ടോ. അപ്പോ ആർഗ്യുമെന്റ്സ് ആണ് ഫസ്റ്റ് ആയിട്ട് വരുന്നത്. നമ്മൾ ഈ ലോജിക്കൽ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു, ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാല് അതായത് ലോജിക്കൽ റീസണിങ്ങിന്റെ ഈ ഒരു മൊഡ്യൂൾ കൂടുതലായിട്ട് നമ്മളെ ലോജിക് ഉപയോഗിച്ചിട്ട്, അതായത് ഇതിൽ വരുന്ന ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ലാസ്റ്റിൽ എക്സാമ്പിൾ നോക്കൂ. ആൾ മെൻ ആർ മോർട്ടൽ, ഐ ആം എ മാൻ, സോ ഐ ആം മോർട്ടൽ. ഈ ഓൾ മെൻ ആർ മോർട്ടൽ, എല്ലാ മനുഷ്യരും മോർട്ടലാണ്. ഐ ആം എ മാൻ, ഞാനൊരു മനുഷ്യനാണ്. അതിൽ നിന്ന് നമ്മളെ ലോജിക് ഉപയോഗിച്ച്, അത് എല്ലാ മനുഷ്യരും മോർട്ടലാണ്, ഞാനൊരു മനുഷ്യനാണ്, അപ്പൊ ഞാനൊരു മോർട്ടലാണെന്ന് നമ്മളെ ലോജിക് ഉപയോഗിച്ചാണല്ലോ അത് കണ്ടെത്തുന്നത്. അതുകൊണ്ടാണ് ഈ ടൈപ്സ് ഓഫ് എന്താണ് സെന്റൻസസ് അല്ലെങ്കിൽ എന്താണ് പിന്നെ പ്രപ്പോസിഷൻസ് എന്നൊക്കെ പറയാം നമുക്ക്. അതാണ് ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലായിട്ടും വരുന്നത്. അതിനാണ് നമ്മൾ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. അതായത് ഈ മൊഡ്യൂളിൽ കൂടുതലായിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് ഇത്തരത്തിലുള്ള, അതായത് അതിന്റെ ഒരു പിന്നെ ഒരു എന്താ പറയാ, അതിലൊരു ഈ സെന്റൻസുകളുടെ ഒരു സ്ട്രക്ചർ ഇങ്ങനെ 3 സെന്റൻസ് ആയിട്ട്, ഈ 3 സെന്റൻസിനെ നമ്മൾ പ്രപ്പോസിഷൻസ് എന്നാണ് കേട്ടോ പറയാം. അത് വരുന്നുണ്ട്, നമ്മൾ വേറൊരു സ്ലൈഡിൽ പ്രപ്പോസിഷൻ എന്താണെന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന ഈ ഒരു സ്ട്രക്ചറിൽ വരുന്ന ഇനിയിപ്പോ 3 സെന്റൻസ് ഇല്ലെങ്കിലും ഒരു പ്രിമൈസും ഒരു കൺക്ലൂഷൻ അങ്ങനെ വരുന്നുണ്ട്. എന്നാലും മെജോറിറ്റി, അതായത് ഭൂരിപക്ഷമായിട്ട് നമ്മൾ ഈ ഒരു സ്ട്രക്ചറിലുള്ള സെന്റൻസുകളാണ് വരിക. ഈ സെന്റൻസുകൾക്ക്, അതായത് ഈ ഒരു ലോജിക്കൽ റീസണിങ്ങിൽ വരുന്ന സെന്റൻസുകൾക്ക് നമ്മൾ പൊതുവായിട്ട് എന്താണ് ഈ ആർഗ്യുമെന്റ്സ്, എന്താണ് ആർഗ്യുമെന്റ്സ് ഒക്കെ നമ്മൾ കോമൺ നമ്മുടെ നോർമൽ കോൺവെർസേഷനിലൊക്കെ ഉപയോഗിക്കുന്നതാണെങ്കിലും നമ്മൾ ലോജിക്കൽ റീസണിങ്ങിലെ ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ലോജിക്കൽ റീസണിങ്ങിൽ ആർഗ്യുമെന്റ്സ് എന്നുള്ള വാക്ക് എവിടെ വരുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വരേണ്ടത് ഈ ഒരു 3 സെന്റൻസുകളാണ്. അതായത് ഈ ആദ്യത്തെ 2 സെന്റൻസുകൾക്കാണ് നമ്മൾ എന്താ പറയുക പ്രിമൈസസ് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് പ്രിമൈസും സെക്കൻഡ് പ്രിമൈസും. ദെൻ മൂന്നാമത്തെ സെന്റൻസ്, അതായത് ഓൾ മെൻ ആർ മോർട്ടൽ ആൻഡ് ഐ ആം എ മാൻ, ഇത് രണ്ടും പ്രിമൈസ് ആണ്. ഈ ഒരു ആർഗ്യുമെന്റിന്റെ പ്രിമൈസ് ആണ്. ഈ ആദ്യത്തെ 2 സെന്റൻസുകൾക്ക് പറയുന്ന പേരാണ് പ്രിമൈസ്. ദെൻ അതിൽ നിന്ന് 2 പ്രിമൈസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ആൻസർ, ഒരു റീസൺ ചെയ്തെടുക്കുന്ന ഒരു സെന്റൻസ് ഉണ്ടല്ലോ. സോ ഐ ആം മോർട്ടൽ എന്നുള്ള അതിന് നമ്മൾ കൺക്ലൂഷൻ എന്നും പറയും. ഓക്കെ, അപ്പോ ആൻ ആർഗ്യുമെന്റ് ഇസ് കണക്റ്റഡ് സീരീസ് ഓഫ് സ്റ്റേറ്റ്മെന്റ്. അത് കണക്റ്റഡ് ആയിരിക്കും. ഈ ഒരു 3 സെന്റൻസ്, അതായത് ആദ്യത്തെ ഒരു സെന്റൻസുമായിട്ട് ആദ്യത്തെ പ്രിമൈസുമായിട്ട്, ഞാൻ പറഞ്ഞു ആദ്യത്തെ 2 നമ്മൾ പ്രിമൈസ് എന്നും മൂന്നാമത്തെ ആ 2 പ്രിമൈസിൽ നിന്നും നമ്മളൊരു കൺക്ലൂഷൻ, ഒരു
ഒരു സെന്റൻസ് റീസൺ ചെയ്തെടുക്കുന്നുണ്ട്. ആ റീസൺ ചെയ്യുന്നത് നമ്മൾ ഇൻഫറൻസ് ചെയ്തെടുക്കുക എന്നും പറയട്ടോ. ഇൻഫറൻഷ്യൽ പ്രോസസ് എന്നാണ് നമ്മൾ ഇതിന് പറയാം. ഓൾ മെൻ ആർ മോർട്ടൽ, ഐ ആം എ മാൻ ആൻഡ് സോ ഐ ആം മോർട്ടൽ. ഈ ഒരു സോ ഐ ആം മോർട്ടൽ എന്നുള്ള ഈ കൺക്ലൂഷൻ നമ്മൾ ഡ്രോൺ ചെയ്തെടുക്കുന്നതിനാണ് ഇൻഫറൻഷ്യൽ പ്രോസസ് എന്ന് പറയുന്നത്. അതായത് രണ്ട് പ്രിമൈസുകളിൽ നിന്ന് ഒരു കൺക്ലൂഷൻ ഡ്രോൺ ചെയ്തെടുക്കുന്ന പ്രോസസ്സിനാണ് നമ്മൾ ഇൻഫറൻഷ്യൽ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് പ്രിമൈസും അല്ലെങ്കിൽ ഒരു പ്രിമൈസുള്ള ആർഗ്യുമെന്റ്സ് വരാട്ടോ. ഇപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് പറയുമ്പോൾ രണ്ട് പ്രിമൈസും ഒരു കൺക്ലൂഷനും വരുന്ന ഈ ഒരു സെന്റൻസ് സ്ട്രക്ചർ ഉണ്ടല്ലോ, ഈ ഒരു ഗ്രൂപ്പ് ഓഫ് സെന്റൻസസ്, അതിനാണ് നമ്മൾ ആർഗ്യുമെന്റ്സ് എന്ന് പറയാം. അപ്പോ ഇത്രയാണ് ഇതൊക്കെ ഇതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ആദ്യമായിട്ട് ലോജിക്കൽ റീസണിങ്ങിന്റെ ക്ലാസ് കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എന്താണ് പ്രിമൈസ്, എന്താണ് കൺക്ലൂഷൻ, അത് ഇനി വരുന്ന നമ്മളൊക്കെ ഇതുപോലെയുള്ള എക്സാംസ് വരുമ്പോൾ നമ്മൾ പ്രിമൈസ് 1, പ്രിമൈസ് 2, കൺക്ലൂഷൻ 1 അങ്ങനെയാണ് പറയാം. അപ്പൊ എന്താണ് പ്രിമൈസ് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം, കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ പ്രിമൈസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആർഗ്യുമെന്റ്സിന്റെ ആദ്യത്തെ രണ്ട് സെന്റൻസുകൾ, അതിൽ നിന്നാണ് നമ്മൾ ഒരു കൺക്ലൂഷൻ, ഒരു ആൻസർ, അത് നമ്മൾ അങ്ങനെ വിചാരിച്ചാൽ മതി, ഒരു റീസൺ ചെയ്തെടുക്കുക. അതിനാണ് നമ്മൾ ഇൻഫറൻഷ്യൽ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ സോ ഐ ആം മോർട്ടൽ എന്നുള്ളത് ആദ്യത്തെ രണ്ട് പ്രിമൈസുകളിൽ നിന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്ത്, അതായത് ഒരു റീസൺ ചെയ്തെടുക്കുന്നത്, അതിനാണ് നമ്മൾ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ ഗൈസ്? അപ്പൊ നമ്മൾ പറഞ്ഞു ഈ രണ്ട് പ്രിമൈസിൽ നിന്ന് ഒരു കൺക്ലൂഷൻ നമ്മൾ ഡ്രോൺ ചെയ്തെടുക്കുക, അതിനാണ് നമ്മൾ ഇൻഫറൻഷ്യൽ പ്രോസസ് എന്ന് പറയുന്നത്. അങ്ങനെ എന്താണ് ഡ്രോൺ ചെയ്തെടുക്കുന്നത് ഇൻഫറൻഷ്യൽ പ്രോസസ്സ് മേജർ ആയിട്ട് രണ്ടെണ്ണാണുള്ളത്. ഒന്ന് ഇൻഡക്റ്റീവ് റീസണിങ് ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ്. അവിടെ ഒരു റീസണിങ്ങും കൂടെ വേണം കേട്ടോ, അത് ഞാൻ മിസ്സായതാന്ന് തോന്നുന്നു, ശ്രദ്ധിച്ചിട്ടില്ല. ഓക്കെ, ഇൻഡക്റ്റീവ് റീസണിങ് ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ്. ഇതെന്താന്ന് വെച്ചാൽ നമുക്ക് രണ്ട് തരം ആർഗ്യുമെന്റ്സ്, അതായത് 2 ടൈപ്സ് ഓഫ് ആർഗ്യുമെന്റ്സ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ 2 ടൈപ്സ് ഓഫ് റീസണിങ്. അതായത് രണ്ട് പ്രിമൈസുകളിൽ നിന്ന് ഒരു കൺക്ലൂഷൻ ഡ്രോൺ ചെയ്തെടുക്കുന്ന രണ്ട് പ്രോസസ്സുകൾ മേജർ ആയിട്ട്. പിന്നെ ഒരു അബ്ഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, NTA ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും അങ്ങനെ ഓപ്ഷൻസ് ആയിട്ട് കാണാറുണ്ട്. പക്ഷെ ക്വസ്റ്റ്യൻ ഇതുവരെ ചോദിച്ചത് കണ്ടിട്ടില്ല. ഇനി ഉണ്ടോന്ന് അറിയില്ല, ഞാൻ എന്റെ ഇതിൽ കണ്ടിട്ടില്ല കേട്ടോ. അതെന്താന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. പക്ഷെ മേജർ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കേണ്ട രണ്ട് റീസണിങ് ആണ് ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ്. എന്താണ് ഇതെന്ന് മനസ്സിലായോ? അതായത് ഞാൻ പറഞ്ഞു, രണ്ട് പ്രിമൈസിൽ നിന്ന് ഒരു കൺക്ലൂഷൻ ഡ്രോൺ ചെയ്തെടുക്കുന്നത് മേജർ ആയിട്ട് രണ്ട് പ്രോസസ് വഴിയാണ്. രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കൺക്ലൂഷൻ ഡ്രോൺ ചെയ്തെടുക്കാം. ഒന്ന് ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ്. ഇനി എന്താണ് ഇൻഡക്റ്റീവ്, എന്താണ് ഡിഡക്റ്റീവ്, നമുക്ക് ഡിക്റ്റേറ്റ് തന്നെ നോക്കാം. ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇൻഫറൻഷ്യൽ പ്രോസസ് ദാറ്റ് സപ്പോർട്ട് എ കൺക്ലൂഷൻ വിത്ത് പ്രോബബിലിറ്റി. അതായത് ഒരു പ്രോബബിലിറ്റിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിലൊരു കൺക്ലൂഷൻ നമ്മൾ ഡ്രോൺ ചെയ്തെടുക്കുക. അതായത് ഒരു എന്താണ് സെർട്ടാനിറ്റി ഉണ്ടാവില്ല, ഒരു ഉറപ്പുണ്ടാവില്ല, ഒരു പ്രോബബിലിറ്റി, നമ്മൾ സംശയാസ്പദം അല്ലെങ്കിൽ എന്താണ് സാധ്യത എന്നൊക്കെ പറയില്ല, ആ ഒരു രീതിയിലായിരിക്കും, ഒരു ഉറപ്പുണ്ടാവില്ല. എന്നാൽ നേരെ മറിച്ച് ഡിഡക്റ്റീവ് റീസണിങ്ങിൽ ഇറ്റ് ഈസ് ആൻ ഇൻഫറൻഷ്യൽ പ്രോസസ് ദാറ്റ് സപ്പോർട്ട് എ കൺക്ലൂഷൻ വിത്ത് സെർട്ടാനിറ്റി. അതായത് ഇത് ഉറപ്പായിരിക്കും, ആ മുന്നത്തെ രണ്ട് പ്രിമൈസുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആൻസർ, അതായത് കൺക്ലൂഷൻ എന്തായിരിക്കും, അത് ഉറപ്പായിരിക്കും, അതിലൊരു മാറ്റം ഉണ്ടാവില്ല. പക്ഷെ ഇൻഡക്റ്റീവ് റീസണിങ്ങിൽ ഒരു പ്രോബബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു കൺക്ലൂഷനിൽ എത്തുക. അവിടെ എന്തെങ്കിലും സംശയം ഉണ്ടാവും, എന്താ പറയാ, ഉറപ്പില്ല, നമുക്ക് അങ്ങനെ പറയാൻ പറ്റും, അങ്ങനെയാണ് പറയാം. ഇനി ഇൻഡക്റ്റീവും ഡിഡക്റ്റീവും തമ്മിലുള്ള മേജർ ഡിഫറൻസ്, ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ടു ജനറൽ ആണ്. അതായത് ഇങ്ങോട്ട് നോക്കുക, എക്സാമ്പിളിലേക്ക് എന്താണ് സ്പെസിഫിക് ടു ജനറൽ നോക്കാം. ഡിറൈവ് ജനറൽ പ്രിൻസിപ്പിൾ ഫ്രം സ്പെസിഫിക് ഒബ്സർവേഷൻ. അതായത് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യത്തിൽ നിന്ന് ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ ഒരു ജനറൽ റൂൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് വ്യക്തമാവും. നോക്കൂ, സോണിയ ഇസ് എ ഗേൾ, ഷീ ഈസ് ബ്യൂട്ടിഫുൾ. ദെൻ സുമ ഇസ് എ ഗേൾ, ഷീ ഈസ് ബ്യൂട്ടിഫുൾ. നമ്മൾ രണ്ട് സെന്റൻസ്, രണ്ട് ഒബ്സർവേഷൻ നടത്തി. സോണിയ നല്ല ഒരു ഗേളാണ്, സുമ ഗേളാണ്, ഷീ ഈസ് ബ്യൂട്ടിഫുൾ. സോണിയ സുന്ദരിയാണ്, സുമയും സുന്ദരിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു കൺക്ലൂഷനിൽ എത്തുകയാണ്, സോ ആൾ ദ ഗേൾസ് ആർ ബ്യൂട്ടിഫുൾ. അപ്പൊ നമ്മൾ പറയണേ, നമ്മളൊരു ക്ലാസ്സിലാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മളൊരു ഒബ്സർവേഷൻ നടത്തിയത്, അതിൽ സോണിയയും സുമയും എന്താണ് സുന്ദരിയാണ്. അപ്പൊ നമ്മൾ പറയണം ആ ക്ലാസ്സിലുള്ള എല്ലാ ഗേൾസും സുന്ദരിയാണ്. അപ്പൊ അതിൽ സുന്ദരികളല്ലാത്തവരുണ്ടാവും ഇല്ലേ? അപ്പൊ പക്ഷെ നമ്മൾ കണ്ട ഒബ്സർവേഷനിൽ കണ്ടവരൊക്കെ സുന്ദരിയാണ്, അതുകൊണ്ട് നമ്മൾ എന്താണ് ഒരു കൺക്ലൂഷനിൽ എത്താണ്, എന്ത്, എല്ലാവരും സുന്ദരികളാണ് എന്നുള്ള, ബ്യൂട്ടിഫുൾ ആണ് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തി. അപ്പൊ അവിടെ ഒരു പ്രോബബിലിറ്റി ആണ്, അവിടെ എന്തല്ല, ഉറപ്പില്ല, ഒരിക്കലും എന്തില്ല, അതിൽ പിന്നെ ബ്യൂട്ടിഫുൾ അല്ലാത്ത ഗേൾസ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള റീസണിങ്, അതായത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഇവിടെ സോണിയ നോക്കൂ, സോണിയ ഒരു സ്പെസിഫിക് കേസാണ്, സുമ ഒരു സ്പെസിഫിക് കേസാണ്. ആ ഒരു സ്പെസിഫിക് കേസ്
നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ സോ ഓൾ ദ ഗേൾസ് ആർ ബ്യൂട്ടിഫുൾ എന്നുള്ള ഒരു ജനറൽ റൂൾ ഉണ്ടാക്കി നമ്മൾ എത്തിക്കണം. അതിനാണ് നമ്മൾ എന്ത് പറയാ, ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയാം. ഇനി ഇവിടേക്ക് നോക്കൂ, ഡിഡക്റ്റീവ് എന്താണ്? ജനറൽ ടു സ്പെസിഫിക് ആണ്. ജനറൽ ആയിട്ട് നമ്മളൊരു കാര്യം കണ്ടെത്തിയിട്ട് അതിൽ സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യം തിരഞ്ഞെടുക്കാണ്. ഇത് സ്പെസിഫിക് ടു ജനറൽ, സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക്, ഇവിടെ ജനറലിൽ നിന്ന് സ്പെസിഫിക്. ഇങ്ങോട്ട് നോക്കൂ, ഇപ്പൊ ഈ എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവും. ഓൾ ഹ്യൂമൻസ് ആർ ഇന്റലിജന്റ്. ഓക്കെ, ഓൾ ഹ്യൂമൻസ് ആർ ഇന്റലിജന്റ് എന്നാണ്. അത് അതായത് ഒരു ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. എല്ലാ മനുഷ്യരും ഇന്റലിജന്റ് ആണ് നമ്മൾ കണ്ടെത്തി. ഓക്കെ, എന്നിട്ട് നമ്മൾ പറയാണ് സോണിയ ഈസ് എ ഹ്യൂമൻ. നമ്മൾ പറയാണ് സോണിയ എന്താണ്, ഒരു ഹ്യൂമൻ ആണ്, ഒരു മനുഷ്യനാണ്. സോ സോണിയ ഈസ് ഇന്റലിജന്റ്. അപ്പൊ എന്താണ്, ആ ഒരു എല്ലാ ജനറൽ റൂളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എല്ലാരിൽ നിന്നും എല്ലാ കാര്യങ്ങളും, അതായത് ജനറൽ ആയിട്ടുള്ള ഒരു റൂളിൽ നിന്ന് നമ്മൾ എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം കണ്ടെത്തുന്നതിനാണ് നമ്മൾ ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡക്റ്റീവ് സ്പെസിഫിക് ടു ജനറൽ ആണ്. ഇതൊക്കെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിലൊക്കെ നിരവധി തവണ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇൻഡക്റ്റീവ് റീസണിങ്ങിന്റെ ഡിഡക്റ്റീവ് റീസണിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് തരും. അതിൽ നിന്ന് ഓഡ് വൺ തിരഞ്ഞെടുക്കാനുണ്ടാവും. ചിലപ്പോൾ ഏതാണ് ഇൻഡക്റ്റീവിൻ്റെത് ഏതാണ് ഡിഡക്റ്റീവ് അങ്ങനെയൊക്കെ വരാം. അപ്പൊ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ ജനറൽ ടു സ്പെസിഫിക് ആണ്. അതിനെന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ കോഡൊക്കെ പഠിച്ചു വെക്കട്ടോ, അല്ലെങ്കിൽ ചിലപ്പോ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മാറിപ്പോകുന്നവരൊക്കെ ഉണ്ട്. ഞാൻ ഓർത്ത് വെച്ചിരുന്ന ഒരു കോഡ് എന്ന് പറഞ്ഞാല്, ഒരു മിനിറ്റ്, ഈ ജനറൽ ടു സ്പെസിഫിക് ഡിഡക്റ്റീവ് എന്നുള്ളതിന് GSD. ഓക്കെ, അപ്പൊ GSD ഓർത്ത് വെക്കും. അപ്പൊ ഒരിക്കലും പിന്നെ അതൊരു എനിക്ക് കൺഫ്യൂഷൻ വന്നിട്ടില്ല. ജനറൽ ടു സ്പെസിഫിക് ഡിഡക്റ്റീവ് എന്നുള്ള രീതിയിൽ മനസ്സിലായോ എന്നറിയില്ല. GSD എന്നൊക്കെ നമ്മള് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴൊക്കെ കേൾക്കുന്ന വാക്കല്ലേ. അപ്പൊ GSD ആണ്, ജനറൽ ടു സ്പെസിഫിക് ഡിഡക്റ്റീവ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇൻഡക്റ്റീവ് സ്പെസിഫിക് ടു ജനറൽ ആയിരിക്കും, അത് ഇൻഡക്റ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മൾ എല്ലാം കൂടി കോഡാക്കി വെക്കരുത്, ഒന്ന് കോഡാക്കി വെക്കുക, അതിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ക്യാരക്ടറിസ്റ്റിക് വരുമ്പോൾ പ്രോബബിലിറ്റി, സെർട്ടനിറ്റി എന്ന് കണ്ടാൽ എന്ത് ചെയ്യരുത്, പ്രോബബിലിറ്റി എന്ന് ഏതിൽ വന്നാലും അത് ഇൻഡക്റ്റീവ് റീസണിങ് ആയിരിക്കും. സെർട്ടാനിറ്റി ഉണ്ടെങ്കിൽ, അതായത് ഉറപ്പ്, ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് ഡിഡക്റ്റീവിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും. പിന്നെ ഇവിടെ ഇൻഡക്റ്റീവിൽ പറയാനുള്ളത്, ഇറ്റ് വർക്ക്സ് അണ്ടർ ദ പ്രിൻസിപ്പിൾ ഓഫ് യൂണിഫോമിറ്റി ഓഫ് നേച്ചർ കേട്ടോ. അതായത് യൂണിഫോമിറ്റി ഓഫ് നേച്ചർ എന്ന ഒരു പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻഡക്റ്റീവ്. അതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. എന്താ യൂണിഫോമിറ്റി ഓഫ് നേച്ചർ എന്ന് പറഞ്ഞാൽ, പാസ്റ്റിൽ എന്തെങ്കിലും ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അതേ സാഹചര്യം എന്താണ് നമ്മൾ ഫ്യൂച്ചറിൽ ഉണ്ടായാൽ അതുപോലെ നടക്കുന്നറിയില്ല. അതായത് എന്താണ് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച്. ഇപ്പൊ നമ്മൾ പാസ്റ്റിൽ എന്തെങ്കിലും ഒരു സംഭവം, ഒരു കാര്യം ഉണ്ടായി, അപ്പൊ എന്താണ് ഫ്യൂച്ചറിലും നമ്മൾ അതേ സാഹചര്യം വന്നാൽ അതിന് നടക്കുമെന്ന് പറയല്ലോ. ഇപ്പോ മഴയൊക്കെ നമ്മൾ അങ്ങനെ പറയലുണ്ട് അല്ലെ. നമ്മളിപ്പോ മഴ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ മഴ പെയ്യുന്നൊക്കെ നമ്മൾ എങ്ങനെ പറയല്, അത് നമ്മള് എന്താ, അത് ഒരു യൂണിഫോമിറ്റി ഓഫ് നേച്ചർ ആണ്. നമ്മൾ ഒരുപാട് തവണ അങ്ങനെ മേഘാവൃതമായ എന്താണ് അറ്റ്മോസ്ഫിയർ ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് മഴ പെയ്യുന്നു. അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മളത് മനസ്സിലാക്കിയിട്ടുള്ളത്. അതാണ്. അപ്പോൾ ഈ യൂണിഫോമിറ്റി ഓഫ് നേച്ചർ, അണ്ടർ ദ പ്രിൻസിപ്പിൾ ഓഫ് യൂണിഫോമിറ്റി ഓഫ് നേച്ചർ കണ്ടാൽ അത് ഇൻഡക്റ്റീവ് റീസണിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക് ആണെന്ന് ഓർത്ത് വെക്കാം. ഇതൊക്കെ എന്താണെന്ന് അറിയാല് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിലൊക്കെ ഇങ്ങനെ ഇതൊക്കെ നല്ല കാണാം. അതുകൊണ്ടാണ് ഈ ഒരു പോയിന്റ് ഒക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഇതിൽ ഏതൊക്കെയാണ് ഇൻഡക്റ്റീവ്, ഏതാണ് ഇൻഡക്റ്റീവിന്റെ പിന്നെ ക്യാരക്ടറിസ്റ്റിക്, ഏതാണ് അല്ലാത്തത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക, പ്രോബബിലിറ്റി കണ്ട ഇൻഡക്റ്റീവ്, ദെൻ ജനറൽ ടു സ്പെസിഫിക് ആണ്, സ്പെസിഫിക് ടു ജനറൽ ആണ് ഇൻഡക്റ്റീവ്. പിന്നെ യൂണിഫോമിറ്റി ഓഫ് നേച്ചർ കണ്ടാൽ സ്വാഭാവികമായിട്ടും അത് ഇൻഡക്റ്റീവിന്റെ എന്താണ് ക്യാരക്ടറിസ്റ്റിക് ആണ്. ഇവിടെ ജനറൽ ടു സ്പെസിഫിക് ആണ്, സെർട്ടാനിറ്റി. ഇതാണ് ഡിഡക്റ്റീവിന്റെ ഒരു കീവേഡ് എന്ന് പറഞ്ഞാൽ സെർട്ടാനിറ്റി ആണ്, ഇത് പ്രോബബിലിറ്റി ആണ്. പിന്നെ ഇവിടെ ഒരു പ്രിൻസിപ്പിളും കൂടെ ഉണ്ട്. ഓക്കെ, ഇനി പറയാനുള്ളത് ഇൻഡക്റ്റീവ് റീസണിങ്ങിനെ 2 ടൈപ്പ് ഉണ്ട്, സ്ട്രോങ് ആൻഡ് വീക്ക് ഉണ്ട് കേട്ടോ. അതിന്റെ അടുത്ത സ്ലൈഡിലാണ് എന്താണ് സ്ട്രോങ് ആണ് എന്താണ് വീക്ക് എന്ന് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഡിഡക്റ്റീവ് വാലിഡ് ആൻഡ് ഇൻവാലിഡ് 2 ടൈപ്സ് ആണുള്ളത്. ഇൻഡക്റ്റീവ് 2 ടൈപ്സ്, സ്ട്രോങ് ആൻഡ് വീക്ക്, ദെൻ ഡിഡക്റ്റീവ് വാലിഡ് ആൻഡ് ഇൻവാലിഡ്. ഓക്കെ, അപ്പോ എന്താണത് ജസ്റ്റ് നോക്കാം. ഇത്രയും ക്ലിയർ അല്ലേ ഗൈസ്? ഗൈസ് ആർ ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. ഓക്കെ അല്ലേ ഗൈസ്? ഓക്കെ, താങ്ക് യു. അപ്പൊ നോക്കാം, എന്താണ് നമ്മൾ പറഞ്ഞു ഇൻഡക്റ്റീവ്, എന്താണ് സ്ട്രോങ് റീസണിങ് അല്ലെങ്കിൽ വീക്ക് റീസണിങ്, അല്ലെങ്കിൽ എന്താണ് സ്ട്രോങ് ആർഗ്യുമെന്റ് അല്ലെങ്കിൽ എന്താണ് വീക്ക് ആർഗ്യുമെന്റ്. നമ്മൾ പിന്നെ എന്താ നോക്കാം കേട്ടോ.
അപ്പൊ ട്രൂ പ്രിമൈസുകളിൽ നിന്ന് രണ്ട് ട്രൂ പ്രിമൈസസ് ഇപ്പോ ഫോർ എക്സാമ്പിൾ നോക്കൂ, ഇത് രണ്ടും ഈ ഒരു സോണിയ ഇസ് എ ഗേൾ ആൻഡ് ഷീസ് ബ്യൂട്ടി, ഇത് രണ്ടും ട്രൂ പ്രിമൈസസ് ആണ്. അതിൽ നിന്ന് ഒരു ട്രൂ ആയിട്ടുള്ള പിന്നെ കൺക്ലൂഷൻ നമ്മൾ ഡ്രോൺ ചെയ്തെടുക്കുകയാണെങ്കിൽ അതാണ് സ്ട്രോങ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ രണ്ട് കേസിൽ സ്ട്രോങ് ആവും, അല്ലെങ്കിൽ ഫാൾസ് പ്രിമൈസസിൽ നിന്ന് ഫാൾസ് കൺക്ലൂഷൻ ഡ്രോൺ ചെയ്തെടുക്കുമ്പോഴും അത് സ്ട്രോങ് എന്താണ് ആർഗ്യുമെന്റ് ആണ്, സ്ട്രോങ് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് ആണ്. ഇനി എപ്പോഴാണ് വീക്ക് ആർഗ്യുമെന്റ് ആവുക? ട്രൂ പ്രിമൈസുകളിൽ നിന്ന് ഒരു ഫാൾസ് കൺക്ലൂഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ്, അത് വീക്ക് ആർഗ്യുമെന്റ് ആണ്. അപ്പോൾ സ്ട്രോങ് എപ്പോഴാണ്? ട്രൂ പ്രിമൈസുകളിൽ നിന്ന് ഒരു ട്രൂ കൺക്ലൂഷൻ വന്നു കഴിഞ്ഞാൽ അതെന്താണ്, സ്ട്രോങ് ആണ്. ഫോൾസ് പ്രിമൈസുകളിൽ നിന്ന് ഫോൾസ് കൺക്ലൂഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ്, അതും സ്ട്രോങ് ആണ്. നേരെ മറിച്ച് വീക്ക് ആണെങ്കിൽ ട്രൂ പ്രിമൈസുകളിൽ നിന്ന് ഒരു ഫോൾസ് കൺക്ലൂഷൻ വന്നു കഴിഞ്ഞാൽ അത് വീക്ക് ആർഗ്യുമെന്റ് ആണ്. ഓക്കെ ആണോ? ദെൻ ഇനി എഗെയിൻ അതൊന്ന് ജസ്റ്റ് ഒന്നും കൂടി എന്താണ് പിന്നെ ഒരു കാറ്റഗറി കൂടി ഉണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞു സ്ട്രോങ്ങില് രണ്ട് സമയത്ത് രണ്ട് ഇതിൽ വന്നാലും സ്ട്രോങ് ആവും. പക്ഷെ ഈ ട്രൂ പ്രിമൈസിൽ നിന്ന് ട്രൂ കൺക്ലൂഷൻ വന്നാൽ നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൊജന്റ് എന്നും കൂടി പറയും കേട്ടോ. ഓൾ അതർ കേസസ് ആർഗ്യുമെന്റ് ആർ അൺകൊജന്റ്. അതായത് ഈ രണ്ടാമത്തതും ഇതിലെ സ്ട്രോങ്ങിലെ രണ്ടും, അതായത് ഫോൾസ് പ്രിമൈസിൽ നിന്ന് ഫോൾസ് കൺക്ലൂഷൻ വന്നാലും വീക്കിലെ ട്രൂ പ്രിമൈസിൽ നിന്ന് ഫോൾസ് കൺക്ലൂഷൻ വന്നാൽ നമ്മൾ അൺകൊജന്റ് ആണ് എന്ന് പറയാം. കൊജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ പ്രിമൈസിൽ നിന്ന് ട്രൂ കൺക്ലൂഷൻ വരുന്ന സമയത്ത് നമ്മൾ കൊജന്റ് അല്ലെങ്കിൽ അത്രയും ഒരു പിന്നെന്താ പറയാ, ഒരു കറക്റ്റ് ആണെന്ന് നമ്മൾ പറയില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. മറ്റേ ഈ സ്ട്രോങ്ങിലെ രണ്ടാമത്തെയും വീക്ക് വന്നാലും നമ്മൾ അൺകൊജന്റ് ആണെന്ന് പറയാം. എന്നാലും ട്രൂ പ്രിമൈസ്, ട്രൂ കൺക്ലൂഷൻ, ഫാൾസ് പ്രിമൈസ്, ഫാൾസ് കൺക്ലൂഷൻ നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. ഇവിടെ സോണിയ ഇസ് എ ഗേൾ എന്നുള്ളത് ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്. സോണിയ ഇസ് എ ഗേൾ എന്നുള്ളത് എന്താണ്, ട്രൂ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഷീ ഈസ് ബ്യൂട്ടിഫുൾ, അത് ഈ ട്രൂ എന്താണ് ട്രൂ പ്രിമൈസുകളിൽ നിന്ന്, അതായത് ഈ നിങ്ങൾ ഇപ്പൊ എന്താണ് ട്രൂ എന്ന് ആലോചിച്ച് കൂടുതൽ ചിന്തിക്കുന്നവരാണെങ്കിൽ ഇത്ര മനസ്സിലാക്കിയാൽ മതി, ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. പോസിറ്റീവ് സെന്റൻസുകളിൽ നിന്ന് ഡ്രോൺ ചെയ്തെടുത്ത ആൻസർ പോസിറ്റീവ് ആണ്. ഇപ്പൊ നമ്മളിനി ഇവിടെ പറഞ്ഞു ഫോൾസ് പ്രിമൈസിൽ നിന്ന് ഫോൾസ് കൺക്ലൂഷൻ നമ്മൾ ഡ്രോൺ ചെയ്തെടുക്കാനും സ്ട്രോങ് ആണെന്ന് പറഞ്ഞു. അതെങ്ങനെയാ? നമ്മൾ ഇങ്ങനെ സോണിയ ഈസ് നോട്ട് എ ഗേൾ, ഷീ ഈസ് നോട്ട് ബ്യൂട്ടിഫുൾ. സുമ ഈസ് നോട്ട് എ ഗേൾ, ഷീ ഈസ് നോട്ട് ബ്യൂട്ടിഫുൾ. സോ ഓൾ ദ ഗേൾസ് ആർ നോട്ട് ബ്യൂട്ടിഫുൾ. അപ്പൊ എന്തായി? ആ രണ്ട് പ്രിമൈസുകളും എന്തായിരുന്നു? ഫോൾസ് ആയിരുന്നു. അത് കൺക്ലൂഷനും ഫോൾസ് ആണ്. അപ്പൊ എന്താണ്? സ്ട്രോങ് ആയിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ ട്രൂ പ്രിമൈസ് നിന്ന് ട്രൂ കൺക്ലൂഷൻ വരുന്നാൽ നമ്മൾ കൊജന്റ് എന്നുള്ള ഒരു വാക്കുകൂടി അവിടെ പറയും. അത് അധികം ക്വസ്റ്റ്യൻസിലും കണ്ടിട്ടില്ല, പക്ഷെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ അത് ഓർത്ത് വെക്കാം. അതായത് ട്രൂ പ്രിമൈസിൽ നിന്ന് ഇൻഡക്റ്റീവ് റീസണിങ്ങിൽ ട്രൂ പ്രിമൈസിൽ നിന്ന് ട്രൂ കൺക്ലൂഷൻ വന്നാൽ നമ്മൾ കൊജന്റ് എന്നാണ് പറയും. അതുപോലെ തന്നെ ഡിഡക്റ്റീവിലും ഉണ്ട്. ഡിഡക്റ്റീവിൽ നമ്മൾ പറഞ്ഞു ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ടു ടൈപ്സ് ആണ്, വാലിഡ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ആൻഡ് ഇൻവാലിഡ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ്. എന്താണ് വാലിഡ്? നേരത്തെ അതേപോലെ തന്നെ ട്രൂ പ്രിമൈസിൽ നിന്ന് ട്രൂ കൺക്ലൂഷൻ വരികയാണെങ്കിലും ഫാൾസ് പ്രിമൈസുകളിൽ നിന്ന് ഫാൾസ് കൺക്ലൂഷൻ വരികയാണെങ്കിലും നമ്മൾ വാലിഡ് ആയിട്ടുള്ള ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ആണെന്നാണ് പറയാ. എന്നാൽ ഇൻവാലിഡ് ആർഗ്യുമെന്റ് എന്നാണ് ട്രൂ പ്രിമൈസിൽ നിന്ന് ഒരു ഫാൾസ് കൺക്ലൂഷൻ വന്നു കഴിഞ്ഞാൽ കൺക്ലൂഷൻ എന്നാണ് കേട്ടോ ഗൈസ്. അത് PPT തയ്യാറ സമയത്ത് അവിടെ ഇത് ഒരു സ്ലൈഡിൽ തന്നെ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നാക്കിയതാണ്. അപ്പോൾ നിങ്ങൾ ഇൻവാലിഡ് ട്രൂ പ്രിമൈസിൽ നിന്ന് ഫോൾസ് കൺക്ലൂഷൻ വന്നാൽ അത് ഇൻവാലിഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്നാണ് ട്രൂ പ്രിമൈസ്? നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെ ജസ്റ്റ് നോക്കിയാൽ മതി. ഇവിടെ ഓൾ ഹ്യൂമൻ ആർ ഇന്റലിജന്റ്, സോണിയ ഇസ് എ ഹ്യൂമൻ, സോ സോണിയ ഇസ് ഇന്റലിജന്റ്. ഇതെന്താണ്? ആദ്യത്തെ രണ്ടും ട്രൂ പ്രിമൈസുകളാണ് അല്ലെ, പോസിറ്റീവ് സെന്റൻസുകളാണ്. അതിൽ നിന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെന്റൻസ് തന്നെയാണ് നമ്മൾ എടുത്തത്. ഇനി രണ്ടാമത് പറഞ്ഞു വാലിഡ് ആയിട്ടുള്ളത് ഫോൾസ് പ്രിമൈസുകളിൽ നിന്ന് ഫോൾസ് കൺക്ലൂഷൻ വന്നു കഴിഞ്ഞാൽ. ഇപ്പോ ഓൾ ഹ്യൂമൻ ആർ നോട്ട് ഇന്റലിജന്റ്, സോണിയ ഈസ് നോട്ട് എ ഹ്യൂമൻ, സോ സോണിയ ഈസ് നോട്ട് എ ഇന്റലിജന്റ്. ഇങ്ങനെ രണ്ട് നെഗറ്റീവ് സെന്റൻസിൽ നിന്ന് ഒരു നെഗറ്റീവ് സെന്റൻസ് വന്നു കഴിഞ്ഞാലും, അതായത് രണ്ട് ഫോൾസ് പ്രിമൈസുകളിൽ നിന്ന് ഒരു ഫോൾസ് കൺക്ലൂഷൻ വന്നു കഴിഞ്ഞാലും അത് വാലിഡ് ആണ്. പക്ഷെ ഇൻവാലിഡ് എങ്ങനെയാണ്?
ട്രൂ പ്രിമൈസ് ആണ്, പക്ഷെ ഫോൾസ് കൺക്ലൂഷൻ. എങ്ങനെയാ നോക്കാം. വേറെ എന്താണ് പിന്നെ കേസുകൾ വരാട്ടോ. അതായത് ട്രൂ പ്രിമൈസിൽ നിന്ന് ഫോൾസ് കൺക്ലൂഷൻ വരുന്ന വേറെയും കേസുകൾ വരാം. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം, ഓൾ ഹ്യൂമൻ ആർ ഇന്റലിജന്റ്, സോണിയ ഇസ് എ ഹ്യൂമൻ. ഇങ്ങനെ രണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള സെന്റൻസുകൾ നിന്നു. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാണ് സോ സോണിയ ഇസ് നോട്ട് ഇന്റലിജന്റ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് സെന്റൻസ് പോസിറ്റീവ് ആണ്, ലാസ്റ്റത്തെ നെഗറ്റീവ് ആയിട്ട് വന്നു. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ലോജിക് ഉപയോഗിച്ചാൽ തന്നെ മനസ്സിലാവും അത് എന്താണ് തെറ്റാണ് എന്നുള്ളത്, ഇൻവാലിഡ് ആണ് എന്നുള്ളത് മനസ്സിലാവും. നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ലോജിക്കായിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കുക. പഠിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ലോജിക്കായിട്ട് നമുക്ക് ആൻസർ കിട്ടും ഇതിന്റെ. അപ്പോ വാലിഡ് ട്രൂ പ്രിമൈസിൽ നിന്ന് ട്രൂ കൺക്ലൂഷൻ, ഫോൾസ് പ്രിമൈസിൽ നിന്ന് ഫോൾസ് കൺക്ലൂഷൻ, ഇൻവാലിഡ് എന്ന് പറഞ്ഞാൽ ട്രൂ പ്രിമൈസുകളിൽ നിന്ന് ഫോൾസ് കൺക്ലൂഷൻ. ഓക്കെ ആണോ? ഇനി നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, സ്ട്രോങ്ങിലെ ഫസ്റ്റത്തതിന് നമ്മൾ കൊജന്റ് എന്ന് പറയും, ബാക്കി രണ്ട് ടൈപ്സിന് നമ്മൾ അൺകൊജന്റ് എന്ന് പറയും. ഇത് അതുപോലെ തന്നെ ഇവിടെ ട്രൂ പ്രിമൈസിൽ നിന്ന് ട്രൂ കൺക്ലൂഷൻ വന്നാൽ നമ്മൾ ആ ഒരു ആർഗ്യുമെന്റ് സൗണ്ട് ആണെന്ന് പറയും. അതായത് ആൻ ആർഗ്യുമെന്റ് ഈസ് സെഡ് ടു ബി സൗണ്ട് വെൻ ട്രൂ പ്രിമൈസസ് ആൻഡ് ട്രൂ കൺക്ലൂഷൻ. അതായത് ട്രൂ പ്രിമൈസിൽ നിന്ന് ട്രൂ കൺക്ലൂഷൻ വന്നു കഴിഞ്ഞാൽ ആ ആർഗ്യുമെന്റ് നമ്മൾ സൗണ്ട് ആണ് എന്നാണ് പറയുക, സൗണ്ട് ആർഗ്യുമെന്റ് എന്നാണ് പറയുക. ആൾ അതർ ആർഗ്യുമെന്റ്സ് ആർ അൺസൗണ്ട്. ഇതിൽ വരുന്ന രണ്ടാമത്തെ, അതായത് ഫോൾസ് പ്രിമൈസിൽ നിന്ന് ഫോൾസ് കൺക്ലൂഷനും ഇൻവാലിഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റും എന്താണ്? അൺസൗണ്ട് ആണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ ഗൈസ്? എന്താണ് സൗണ്ട്? ഇത് ചിലപ്പോ അധികാരം കേട്ടിട്ടുണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും പിന്നെ യൂണിഫോമിറ്റി ഓഫ് നേച്ചർ. ഓക്കെ. വേറെ ഈ സൗണ്ട് അൺസൗണ്ട്, പിന്നെ കൊജന്റ് അൺകൊജന്റ്, എപ്പോഴാണ് വാലിഡ് ആവുക, ഇൻവാലിഡ് ആവുക, സ്ട്രോങ് വീക്ക് ആർഗ്യുമെന്റ്, ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇവിടെ ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിയിക്കൂ ഗൈസ്. ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് ക്ലിയർ ആണ് എന്നുള്ളതും ഒന്ന് പറഞ്ഞാൽ മതി. നദീറ, ഇത് ക്ലിയർ ആണോ? ഓക്കെ. യൂണിഫോമിറ്റി ഓഫ് നേച്ചർ, അതായത് ഇൻഡക്റ്റീവ് റീസണിങ് നമ്മളൊരു സംശയാസ്പദമായ അല്ലെങ്കിൽ എന്താണ് ഒരു സാഹചര്യം വന്നാല് മറ്റേ സാഹചര്യം, ഇപ്പോ എന്താ പറയാ, ഇറ്റ് വർക്ക്സ് ആണ് എങ്ങനെ പറയാം, ഇപ്പൊ നമ്മള് പാസ്റ്റിൽ ഒരു സംഭവം നടന്നാല് അല്ല ഇത് അതിന്റെ ബേസിലാണ്. ഇറ്റ് വർക്ക്സ് അണ്ടർ ദ പ്രിൻസിപ്പിൾ ഓഫ് യൂണിഫോമിറ്റി ഓഫ് നേച്ചർ എന്നാണ് പറയുന്നത്. ഇത് എന്താണ് എന്ന് വിശദീകരിച്ചൊന്നും എന്തുണ്ടാവില്ല, നിങ്ങൾക്ക് ചോദിക്കൊന്നുമില്ല. പക്ഷെ ഇൻഡക്റ്റീവ് റീസണിങ്ങിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് യൂണിഫോമിറ്റി ഓഫ് നേച്ചർ. അതായത് ഇറ്റ് വർക്ക്സ് അണ്ടർ ദ പ്രിൻസിപ്പിൾ ഓഫ് യൂണിഫോമിറ്റി ഓഫ് നേച്ചർ ആണ് നിങ്ങൾ മനസ്സിലാക്കിയേക്കുക. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്താണ് യൂണിഫോമിറ്റി ഓഫ് നേച്ചർ എന്ന് പറഞ്ഞാൽ, അതായത് ഒരു തുടർച്ച ഉണ്ടല്ലോ. നമ്മളെ പ്രകൃതിയിലെ ഏത് സംഭവങ്ങൾക്കും ഒരു തുടർച്ചയുണ്ട്. പിന്നെ നമ്മളിപ്പോ പാസ്റ്റിൽ ഏതെങ്കിലും ഒരു സംഭവം നടന്നാൽ അതേ സാഹചര്യം നമ്മൾ ഫ്യൂച്ചറിൽ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ തുടർച്ചയായിട്ട് തന്നെ സംഭവിക്കും എന്ന് പറയില്ലേ? അതിനെപ്പോ എങ്ങനെയാ പറയാ? നമ്മള് ഇപ്പോ ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞ ഒരു എന്താണ് മഴേന്റെ ഒക്കെ പറഞ്ഞില്ലേ, നമ്മൾ മഴയുടെ ഈ ഒരു പിന്നെ മഴയുടെ എന്താണ് ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ മഴ പെയ്യും എന്ന് പറയുമല്ലോ. അതുപോലെ പിന്നെ അതെന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലായത്? പാസ്റ്റിൽ അങ്ങനെ ഒരു സെയിം സംഭവം നടന്നു. അതായത് മേഘാവൃതമായ അന്തരീക്ഷമൊക്കെ ഉണ്ടായപ്പോൾ മഴ പെയ്തിരുന്നു അല്ലെ? അപ്പൊ അങ്ങനെ മഴ പെയ്ത് അതാണ് ഈ ഒരു സമയത്ത്. അതുപോലെ തന്നെയാണ് ഫ്യൂച്ചറിൽ ഓരോ സംഭവങ്ങളും ഒരു എന്താണ് പാസ്റ്റിന്റെ ഒരു തുടർച്ച പോലെ, അതല്ലെങ്കിൽ പാസ്റ്റിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഒരു സാധ്യതകളൊക്കെ സംഭവിച്ചാൽ അതെന്നെ സംഭവിക്കുമെന്ന് നമ്മൾ പറയില്ലേ? അതാണ് ഇത്. എന്താണ് യൂണിഫോമിറ്റി ഓഫ് നേച്ചർ എന്താണ് എന്നുള്ളതൊന്നും നമുക്ക് പഠിക്കാനുള്ള വിഷയമല്ല. ഇൻഡക്റ്റീവ് റീസണിന്റെ ക്യാരക്ടറിസ്റ്റിക് ആണ്. അതായത് ഇത് ഇറ്റ് വർക്ക്സ് അണ്ടർ ദ പ്രിൻസിപ്പിൾ ഓഫ് യൂണിഫോമിറ്റി ഓഫ് നേച്ചർ എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഞാൻ എന്താണ് യൂണിഫോമിറ്റി ഓഫ് നേച്ചർ എന്ന് പറഞ്ഞതാണ്. ഓക്കെ. അതായത് നമ്മുടെ ഒരു നേച്ചർ എല്ലാ പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്താണ്, ഒന്നിന്റെ തുടർച്ചയായിട്ടാണ് എന്നുള്ള ഒരു സംഭവമാണ്. അതൊക്കെ എന്താണ് ഫിലോസഫി ഒക്കെയാണ്, അതൊന്നും നമ്മൾ പഠിക്കണ്ട. ഇത് ഇൻഡക്റ്റീവ് റീസണിങ്ങിന്റെ പിന്നെ ഇതാണെന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ എത്രയാണ് ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ്, പിന്നെ സ്ട്രോങ് വീക്ക് വാലിഡ് ഇൻവാലിഡ് ഒക്കെ ഉള്ളത് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ വാലിഡിറ്റി ഒക്കെ കാണാണ്ടാവും. അപ്പോ എന്താണ് ഓരോ ആർഗ്യുമെന്റിന്റെ വാലിഡിറ്റി ഇതാണ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്താണ് വാലിഡ് എന്നുള്ളത് നമ്മളെ മൈൻഡിലേക്ക് വരണം. പിന്നെ സ്ട്രോങ് ആൻഡ് ആർഗ്യുമെന്റ്, വീക്ക് ആർഗ്യുമെന്റ് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയും. അപ്പൊ നിങ്ങൾക്ക് എല്ലാം അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് നിങ്ങളുടെ മൈൻഡിലേക്ക് ആ ഒരു പിക്ചർ വരണം. അപ്പോഴേ ഉള്ളൂ തുടർന്ന് വരുന്നത്. അതെല്ലാം കണക്റ്റഡ് ആയിട്ട് ഈ ഒരു ചാപ്റ്റർ വെസ്റ്റേൺ ലോജിക് കംപ്ലീറ്റ് എന്താണ്
ഇന്ത്യൻ ലോജിക്ക് വേറൊരു രീതിയിലാണ്, പക്ഷെ വെസ്റ്റേൺ ലോജിക്കിൽ ഒന്നൊന്നിനോട് കണക്ട് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ രണ്ട് മെയിൻ ആയിട്ടുള്ള ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റും ഡിഡക്റ്റീവ് ആർഗ്യുമെന്റും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ചിലതിലൊക്കെ, അതായത് ഓപ്ഷൻസിലൊക്കെ കാണാറുള്ള ഒന്ന് രണ്ട് ആർഗ്യുമെന്റ്സ് കൂടി ഉണ്ട്. അനലോജിക്കൽ ആർഗ്യുമെന്റ്സ്, ഹൈപ്പോത്തറ്റിക്കൽ ആർഗ്യുമെന്റ്സ്, പിന്നെ ബയോളജിക്കൽ ആർഗ്യുമെന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അതൊന്നും നമുക്ക് ആൻസർ ആയിട്ട് വരാറില്ല, ഓപ്ഷനിൽ വരില്ല. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അതായത് വെൻ വൺ തിങ് ഈസ് കമ്പയർഡ് വിത്ത്, ഏതെങ്കിലും ഒരു ആർഗ്യുമെന്റിൽ ഒന്ന് മറ്റൊന്നിനായിട്ട് കമ്പയർ ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് തരികയാണെന്നുണ്ടെങ്കിൽ അത് അനലോജിക്കൽ ആർഗ്യുമെന്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അതായത് സിമിലർ നോ, ലൈക്ക് നോ, ആസ് നോ, ഇങ്ങനെയുള്ള വേർഡുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഏത്, പിന്നെ ക്വസ്റ്റ്യനിൽ ഇത് ആൻസർ ആയിട്ട് വരുന്നതൊക്കെ വളരെ റയർ ആയിട്ടാണ് കേട്ടോ കണ്ടിട്ടുള്ളത്. പിന്നെ ഇതൊരു ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് ആണെന്നുള്ളത് ഓർത്തുക കേട്ടോ. ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റിന്റെ അണ്ടറിൽ വരുന്നതാണ് അനലോജിക്കൽ ആർഗ്യുമെന്റ്. അതിൽ എന്തുണ്ടാവും, സിമിലർ, ലൈക്ക്, ആസ്, ഇത്രയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ. എക്സാമ്പിൾ നോക്കൂ, സ്കൂളിംഗ് ഈസ് ആസ് ഇമ്പോർട്ടന്റ് ആസ് ഫുഡ്. ഇതിൽ രണ്ട് ആസ് വരുന്നുണ്ട്. അതായത് സ്കൂളിംഗ് ആൻഡ് ഫുഡ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഒന്ന് മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്യാണിത്. അപ്പോൾ അത്തരം ആർഗ്യുമെന്റ്സിന് അനലോജിക്കൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് ഇതൊക്കെ സബ്ബാണ്, വളരെ സബ്ബാണ്, ഓപ്ഷൻസിൽ മാത്രം കണ്ടുവരുന്നതാണ്. എന്നാലും എന്താന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി. പിന്നെ ഹൈപ്പോത്തറ്റിക്കൽ ആർഗ്യുമെന്റ്, അതായത് ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ഉള്ള ആർഗ്യുമെന്റ്സിനെ നമ്മൾ എന്ത് പറയും, ഹൈപ്പോത്തറ്റിക്കൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയും. ഇപ്പൊ നോക്കൂ, ഇഫ് ഐ ഡോണ്ട് വേക്ക് അപ്പ് ദെൻ ഐ കാൻ ഗോ വർക്ക്. ഞാൻ അവിടെ ഏതാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്, ഇഫ് കണ്ടോ, ഇഫ് ആൻഡ് ദെൻ കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെ വരുന്ന ഇഫ് ആൻഡ് ദെൻ ഒക്കെ വരുന്ന ആർഗ്യുമെന്റ്സ് വരുന്നുണ്ടെങ്കിൽ അതിന് ഹൈപ്പോത്തറ്റിക്കൽ ആർഗ്യുമെന്റ്സ് എന്നാണ് പറയുന്നത്. ഇനി വരുന്ന കാര്യം ഈ സിലോജിസം, ആ ഒരു ടേം നിങ്ങൾ മനസ്സിലാക്കിയേക്കണം. സിലോജിസം ഒന്നുമില്ല. ഇനി നമ്മൾ ഇങ്ങനെ പറയാ ഡിഡക്റ്റീവ് ഇൻഡക്റ്റീവ് എന്ന് പറയുന്നതിന് പകരം, അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് എന്നൊക്കെ പറയുന്നതിന് വരെ നമ്മൾ ഈ ഒരു രണ്ട് പ്രിമൈസും ഒരു കൺക്ലൂഷനും വരുന്ന ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ ഇനി സിലോജിസം എന്നാണ് പറയാം. അപ്പൊ എന്താണ് സിലോജിസം എന്നുള്ളത് തലകുണ്ടാക്കേണ്ട. സിലോജിസം ഈസ് നത്തിങ് ബട്ട് എന്താണ്, ഇത് മനസ്സിലാക്കേണ്ടത്, ഇത് ഡിഡക്റ്റീവ് റീസണിങ് ആണ് വരിക. അതായത് ജനറൽ ടു സ്പെസിഫിക്, ആ ഒരു ഇൻഡക്റ്റീവ് റീസണിങ്ങിൽ വരില്ല. സിലോജിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് ലോജിക്കൽ ആർഗ്യുമെന്റ് ദാറ്റ് അപ്ലൈസ് ഡിഡക്റ്റീവ് റീസണിങ് ടു അറൈവ് അറ്റ് എ കൺക്ലൂഷൻ. അതായത് കൺക്ലൂഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഡിഡക്റ്റീവ് റീസണിങ്ങോ, അതായത് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ്സിനെയാണ് നമ്മൾ എന്ത് ശരിക്കും പറയാ, സിലോജിസം എന്ന് പറയുന്നത്. അപ്പോ സിലോജിസം ഇനിയിപ്പോ നമ്മൾ അടുത്തത് ഒക്കെ വരുമ്പോ നമ്മൾ ഇങ്ങനെ എന്താണ് കാറ്റഗറിക്കൽ ഒക്കെ കാറ്റഗറി പ്രപ്പോസ് സിലോജിസം. അപ്പൊ എന്താണ് സിലോജിസം എന്ന് ആലോചിക്കേണ്ട. സിലോജിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പഠിച്ച ആർഗ്യുമെന്റ്സ് തന്നെ, അത് ഡിഡക്റ്റീവ് റീസണിങ് ആണ് നടക്കുക. അതായത് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ്സിനെയാണ് ശരിക്കും നമ്മൾ എന്ത് പറയുന്നത്, സിലോജിസം എന്ന് പറയുന്നത്. അതിൽ ജനറൽ ടു സ്പെസിഫിക്, അതായത് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും നമ്മൾ കൺക്ലൂഡ് ചെയ്ത് എടുത്തിട്ടുണ്ടാവും. അത്തരം ആർഗ്യുമെന്റ്സിനാണ് നമ്മൾ എന്ത് പറയാ, സിലോജിസം എന്ന് പറയാം. അപ്പൊ ഈ സിലോജിസം കാണുമ്പോൾ എന്താന്ന് ആലോചിക്കേണ്ട, ഇതന്നെ ലോജിക്കൽ ആർഗ്യുമെന്റ് തന്നെ, അതിൽ ഡിഡക്റ്റീവ് റീസണിങ് ആയിരിക്കും, ഇൻഡക്റ്റീവ് ആവില്ല. അതിനാണ് നമ്മൾ സിലോജിസം എന്ന് പറയുന്നത്. ഓക്കെ ആണോ ഗൈസ്? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി എന്താണ് പ്രൊപ്പോസിഷൻ? ഞാൻ നേരത്തെ പറഞ്ഞു, ഇനി സ്റ്റേറ്റ്മെന്റ് ലോജിക്കൽ റീസണിങ് ടേംഡ് ആസ് പ്രൊപ്പോസിഷൻ. നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഓൾ ഹ്യൂമൻ ആർ ഇന്റലിജന്റ്, സോണിയ ഇസ് ഹ്യൂമൻസ്, സോണിയ ഇസ് ഇന്റലിജന്റ്. ഇതിൽ ഓരോ സ്റ്റേറ്റ്മെന്റ്, നമ്മൾ ആദ്യത്തെ രണ്ടിന് പ്രിമൈസസും എന്നും ലാസ്റ്റത്തിന് കൺക്ലൂഷൻ എന്നും പറഞ്ഞില്ലേ, ഈ മൂന്ന് സെന്റൻസിനെ നമ്മൾ എന്താണ് ഒറ്റക്കൊറ്റക്ക് പറയുന്ന പേരാണ് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് കേട്ടോ. നമ്മള് ഇതിലുള്ള പ്രപ്പോസിഷൻ അല്ല, നമ്മൾ ഇംഗ്ലീഷിലൊക്കെ ഗ്രാമറിലൊക്കെ പഠിക്കുന്ന ഇതിലുള്ള പ്രപ്പോസിഷൻ. നമ്മൾ ഇനി ഏത് പ്രപ്പോസിഷൻ നമ്മൾ ലോജിക്കൽ റീസണിംഗ് ഏത് ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ മനസ്സിലാക്കണം, പ്രിമൈസസും കൺക്ലൂഷനും ഒക്കെ ആ ഓരോ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന പേരാണ് നമ്മൾ എന്ത് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അതൊന്നുമല്ല, നമ്മൾ ഓരോ കൺക്ലൂഷൻ, പ്രിമൈസസ് എന്നിങ്ങനെ സെപ്പറേറ്റ് വിളിച്ചില്ലേ, ആ സെപ്പറേറ്റ് വിളിക്കാതെ ഓരോ സെന്റൻസിന് നമ്മൾ പ്രപ്പോസിഷൻ എന്ന് പറയും. ഇനി എന്താണ് കാറ്റഗറി, അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ. എന്താണ് ഇത് ആദ്യം പറയേണ്ടതല്ലേ എന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇവിടെ കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ എന്ന് പറയുന്ന ഒരു
കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അത് വീണ്ടും എടുത്തു പറയുന്നത്. എന്താണ് കാര്യം? ഇതാണ് ഇനി നമ്മൾ മേജറായിട്ട് ഈ ഒരു ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഇൻഡക്റ്റീവ് റീസണിങ്, ഡിഡക്റ്റീവ് റീസണിങ് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതായത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ, സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ, അതുപോലെ തന്നെ ഫാലസിസ്, ഇങ്ങനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുള്ള ഒരു ഏരിയ ആണ് കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ. അപ്പൊ നിങ്ങൾ വളരെ വൃത്തിക്ക് മനസ്സിലാക്കി വെക്കണം എന്താണ് കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ ഉള്ളത്. നമ്മൾ പറഞ്ഞു ഓരോ പ്രൊപ്പോസിഷൻ പറഞ്ഞു. ഇപ്പോ ഒരു എക്സാമ്പിൾ, ഓൾ കാറ്റ്സ് ആർ മമ്മൽസ് എന്നുള്ള ഒരു പിന്നെ ഒരു പ്രൊപ്പോസിഷൻ നമ്മൾ എടുക്കാം. ഇതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ ഓൾ കാറ്റ്സ് ആർ മമ്മൽ എന്നുള്ള ഒരു ഇതെടുത്തു. ഈ നമ്മളിപ്പോ മുന്നേ പറഞ്ഞിട്ടുള്ള സെന്റൻസുകൾ, ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കൂ, ഓൾ ഹ്യൂമൻ, ഇതിലുണ്ട് കാറ്റഗറി, ഓൾ എന്നുള്ള ഒരു കാറ്റഗറി ഉണ്ട്. ഇങ്ങനെ അതിന്റെ മുന്നേ കൊടുത്തിട്ടുള്ളതാണെങ്കിൽ ഓക്കെ, ഇതിൽ തന്നെ നോക്കിക്കോളൂ. സോണിയ ഈസ് എ ഹ്യൂമൻ, ഇവിടെ എന്ത് കൊടുത്തിട്ടില്ല, നമ്മൾ ഒരു കാറ്റഗറി അതായത് സബ്ജക്റ്റ് ഉണ്ട്, പ്രെഡിക്കേറ്റ് ഉണ്ട്, പക്ഷെ ഓൾ എന്നുള്ള ഒരു സംഭവം കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഓൾ എന്നുള്ള അതായത് 4 കാറ്റഗറീസ് ആണ് നമുക്കുള്ളത്. 4 കാറ്റഗറി പ്രൊപ്പോസിഷൻസ് ആയിട്ടുള്ള 4 ഉള്ളത്. ഒന്ന് ഓൾ ആണ്, അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ അറിയാം. അത് ഇവിടെ ഇതിന്റെ ഒരു സ്ട്രക്ചർ പറയാനാണ്. ഓക്കെ, ഓൾ കാറ്റ്സ് ആർ മമ്മൽ എന്നുള്ള ഒരു പ്രൊപ്പോസിഷൻ നോക്കൂ. ഇതിന്റെ ഒരു സ്ട്രക്ചർ പറയാം കേട്ടോ. ഒന്നുമില്ല, കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രൊപ്പോസിഷൻ നമ്മൾ പഠിച്ചിട്ടുള്ള ഓരോ പ്രൊപ്പോസിഷന് മുന്നേ ഒരു എന്താണ് ക്വാണ്ടിഫയേഴ്സ് ചേർത്തിട്ടുണ്ടാവും. അതിനാണ് നമ്മൾ കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ ഉണ്ടായത്. അപ്പൊ ഏതൊക്കെയാണ് ആ ക്വാണ്ടിഫയേഴ്സ് എന്നുള്ളത് അടുത്ത സ്ലൈഡിൽ നമ്മൾ പറയുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് ഞാൻ ഇതിന്റെ ഒരു കാറ്റഗറി പ്രൊപ്പോസിഷന്റെ സ്ട്രക്ചർ ഒന്ന് പറഞ്ഞുതരാം. എന്തൊക്കെയാണ് ഉണ്ടാവുക, അതായത് നമ്മൾ സാധാ പ്രൊപ്പോസിഷൻസ് പറയുന്നതിന്റെ മുന്നേ ഓരോ കാറ്റഗറി ക്വാണ്ടിഫയേഴ്സ് എന്ന് പറഞ്ഞാല് പേര് കേൾക്കുമ്പോ എന്താക്കണം, നമ്മൾ പഠിച്ചിട്ടുള്ള അതന്നെ ഓൾ, നോ, സം നോട്ട് എന്നുള്ളത് ഉണ്ടല്ലോ, അതിന് ആ 4 കാറ്റഗറീസ് ഈ നമ്മുടെ പ്രൊപ്പോസിഷന് മുന്നേ കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞത്. പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ലോജിക്കൽ ആർഗ്യുമെന്റിന്റെ ഓരോ സ്റ്റേറ്റ്മെന്റിനും നമ്മൾ പ്രൊപ്പോസിഷൻ എന്ന് പറയും. ആ പ്രൊപ്പോസിഷന് മുന്നേ ഏതെങ്കിലും ഒരു ക്വാണ്ടിഫയേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ എന്ന് പറയാം. അങ്ങനെ 4 കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ ആണ് നമുക്കുള്ളത്. ഇനി നോക്കൂ, ഇതിന്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾ മനസ്സിലാക്കിയേക്കണം. ഓൾ കാറ്റ്സ് ആർ മമ്മൽ, ഇങ്ങനെ ഒരു പ്രൊപ്പോസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ ഈ കാറ്റഗറി ക്വാണ്ടിഫയേഴ്സ് അതുണ്ടാവും. അത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വേർഡ്സിനാണ്, അതായത് കാറ്റ്സ്, ഇതിനെ നമ്മൾ സബ്ജക്റ്റ് എന്നാണ് പറയാം. വളരെ എപ്പോഴും ഇനി വരുന്നതിലൊക്കെ നമ്മൾ സബ്ജക്റ്റീവ് പ്രെഡിക്കേറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, മാറരുത്. ആദ്യം വരുന്നതിനെ നമ്മൾ സബ്ജക്റ്റ് എന്നും ദെൻ രണ്ടാമത്തത് ആർ മമ്മൽസ് എന്നുള്ളതിനെ പ്രെഡിക്കേറ്റ് എന്നുമാണ് പറയാം. പിന്നെ ഈ സബ്ജക്റ്റ് പ്രെഡിക്കേറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു വാക്കിനെ നമ്മൾ കോപ്യുള എന്നും പറയും കേട്ടോ. കോപ്യുള അപ്പൊ ചിലപ്പോ ക്വസ്റ്റ്യൻ വരാറുണ്ട്. വളരെ ഒരു 2019-20 ആ ഒരു പിന്നെ സമയത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് കോപ്യുള. പിന്നെ അതോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇതിലേതാണ് അന്നൊന്നും എനിക്ക് തോന്നുന്നു ആ ഒരു കോപ്യുള എന്നുള്ള വേർഡ് ചിലപ്പോൾ എന്തിട്ടുണ്ടാവില്ല, സിലബസിലൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും വന്നു ചോദിച്ചു. പക്ഷെ അതിനുശേഷം ആ ഒരു ക്വസ്റ്റ്യൻ വന്നതിന് ശേഷം പിന്നെ സിലബസിൽ ക്ലാസ്സുകളിലൊക്കെ ഇത് എടുക്കുന്നതുകൊണ്ട് പിന്നെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടില്ല, ഇനി ഉണ്ടോന്ന് അറിയില്ല. ഓക്കെ, അപ്പോ കാറ്റ്സ് എന്നുള്ളത് സബ്ജക്റ്റ്, ദെൻ മമ്മൽസ് എന്നുള്ളത് പ്രെഡിക്കേറ്റ്, ദെൻ ഇതിനെ കണക്ട് ചെയ്യുന്ന കോപ്യുള, ദെൻ ഓൾ എന്നുള്ളതിനെ നമ്മൾ ക്വാണ്ടിഫയർ എന്നാണ് പറയാ. അപ്പൊ ഈ 4 വേർഡും ഓർത്ത് വെക്കുക. ഓൾ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിഫയർ, കാറ്റ്സ് സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്, മമ്മൽസ്, ദെൻ കണക്ട് ചെയ്യുന്നതിന് കോപ്യുള എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ ഇനി ടൈപ്സ് ഓഫ് കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ, ഇതാണ് നിങ്ങൾ വളരെ വൃത്തിക്ക് നല്ലവണ്ണം മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, എന്താണ് 4 കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ ആണുള്ളത്. ഒന്ന് യൂണിവേഴ്സൽ അഫർമേറ്റീവ്, നമ്മൾ കൂടുതലായിട്ട് ഈ പേരുകൾ ഓർത്തിരിക്കണമല്ലോ, പേരുകൾ നല്ലോണം ഓർത്തിരിക്കണം, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ അല്ലാതെയൊക്കെ വരുന്നതാണ്. പിന്നെ AEIO ഈ എന്താണ് പിന്നെ സിമ്പിൾസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുക. അപ്പോ ഫസ്റ്റത്തത് യൂണിവേഴ്സൽ അഫർമേറ്റീവ്, സെക്കൻഡ് യൂണിവേഴ്സൽ നെഗറ്റീവ്, ദെൻ 3 പെർട്ടിക്കുലർ അഫർമേറ്റീവ്, ദെൻ പെർട്ടിക്കുലർ നെഗറ്റീവ്. ഇങ്ങനെ 4 കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ ആണുള്ളത്. ഈ യൂണിവേഴ്സൽ അഫർമേറ്റീവ് എന്ന് പറഞ്ഞാൽ എനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഓൾ എന്നുള്ളൊരു ക്വാണ്ടിഫയർ കൊണ്ടാണ്. ദെൻ യൂണിവേഴ്സൽ നെഗറ്റീവിനെ ഇ എന്നുള്ളതിനെ നോ എന്നുള്ളൊരു പിന്നെ ക്വാണ്ടിഫയർ കൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. പെർട്ടിക്കുലർ അഫർമേറ്റീവ് സം ആണ്, പെർട്ടിക്കുലർ നെഗറ്റീവ് എന്താണ്, സം നോട്ട് ആണ്.
യൂണിവേഴ്സൽ അഫർമേറ്റീവ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുക. അതിനാണ് യൂണിവേഴ്സൽ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുകയും ചെയ്യും. അഫർമേറ്റീവ് പോസിറ്റീവ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ യൂണിവേഴ്സൽ അഫർമേറ്റീവ് പറയുന്നത്. അതിന്റെ ഒരു ഫോം നോക്കൂ, ഓൾ SESP അല്ലെങ്കിൽ ഓൾ SRP എന്നുള്ള ഒരു ഫോമാണ്. ഈസ്മാറൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, പരിഗണിക്കേണ്ടതില്ല. ഓൾ എന്നുള്ള ഒരു പ്രപ്പോസിഷന് മുന്നേ നമ്മൾ ഓൾ എന്നുള്ള ഒരു ക്വാണ്ടിഫയർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അത് എ സ്റ്റേറ്റ്മെന്റ് ആണ്. അല്ലെങ്കിൽ എ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ്. യൂണിവേഴ്സൽ അഫർമേറ്റീവ് എന്ന വേർഡ് ഓർത്ത് വെക്കണം. എ എന്ന് അർത്ഥം വെക്കണം. ഓൾ എന്ന്, അതായത് ഒന്നാമത്തെ കാറ്റഗറിക്കൽ പ്രപ്പോസിഷന് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് അതിന്റെ ഫുൾ നെയിം യൂണിവേഴ്സൽ അഫർമേറ്റീവ്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന എ എന്നുകൊണ്ടാണ്. അതിന്റെ ഫോം ഓൾ SSP, അതായത് ഓൾ മെൻ ആർ മോർട്ടൽ. ഇങ്ങനെ ഓൾ ഒരു പ്രപ്പോസിഷന്റെ മുന്നേ നമ്മൾ ഓൾ എന്നുള്ളൊരു പിന്നെ ക്വാണ്ടിഫയർ അല്ലെങ്കിൽ ഒരു വേർഡ് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ മൈൻഡിലേക്ക് വരേണ്ടത് അതൊരു യൂണിവേഴ്സൽ അഫർമേറ്റീവ് എ സെന്റൻസ് ആണ് എന്നുള്ളത് ഓർത്തേക്കാം. ദെൻ 2 യൂണിവേഴ്സൽ നെഗറ്റീവ് നോക്കൂ, ഇ എന്നാണ് അത് റെപ്രസെന്റ് ചെയ്യുക. അതിന്റെ ഒരു ഫോം നോക്കൂ, നോ SSP, നോ മെൻ ആർ മോർട്ടൽ. നോ എന്നൊരു പ്രപ്പോസിഷന്റെ മുന്നേ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി യൂണിവേഴ്സൽ നെഗറ്റീവ് ആണ്. യൂണിവേഴ്സൽ ആയിട്ടാണ്, എല്ലാരെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, എന്നാൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് അല്ലെ. നോ മെൻ ആർ മോർട്ടൽ, ഒറ്റ മനുഷ്യരും മോർട്ടൽ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ആയിട്ട് എല്ലാവരും പറഞ്ഞത്. അതാണ് നമ്മൾ പറഞ്ഞത്. യൂണിവേഴ്സൽ അഫർമേറ്റീവ് നോക്കൂ, ഓൾ SSP, ഓൾ മെൻ ആർ മോർട്ടൽ, എല്ലാ മനുഷ്യരും മോർട്ടലാണ്. യൂണിവേഴ്സൽ ആയിട്ടുള്ള എല്ലാരെ കുറിച്ചാണ് പറഞ്ഞത്, അത് പോസിറ്റീവ് ആയിരുന്നു. ഇവിടെ നോക്കൂ, യൂണിവേഴ്സൽ നെഗറ്റീവ്, നോ മെൻ ആർ മോർട്ടൽ, എല്ലാരെ കുറിച്ചാണ് പറഞ്ഞത്, ഒരു മനുഷ്യരും മോർട്ടൽ അല്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് യൂണിവേഴ്സൽ നെഗറ്റീവ് ആണ്. പക്ഷെ എന്താണ് അത് യൂണിവേഴ്സൽ ആണ്, പക്ഷെ നെഗറ്റീവ് ആണ്. ദെൻ മൂന്നാമത്തത് പാർട്ടിക്കുലർ അഫർമേറ്റീവ്. ഇതിൽ കുറച്ച് ആൾക്കാരെ നമ്മൾ ആദ്യത്തെ 2 എണ്ണത്തിൽ നമ്മൾ എല്ലാരെ കുറിച്ച് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ തേർഡ് കാറ്റഗറിക്കൽ പ്രപ്പോസിഷനിൽ നമ്മൾ കുറച്ചാള് സം SSP, നമ്മൾ പറയാം സം മെൻ ആർ മോർട്ടൽ, കുറച്ചാളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ പാർട്ടിക്കുലർ അഫർമേറ്റീവ് ആണ്. അതിന്റെ സം എന്ന്, അതായത് ഏത് പ്രപ്പോസിഷന് മുന്നേ സം എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് പാർട്ടിക്കുലർ അഫർമേറ്റീവ് ഐ സെന്റൻസ് ആണ് നമുക്ക് ഓർത്ത് വെക്കണം. കാരണം എനിക്ക് നമ്മൾ ഇങ്ങനെ ഈ എന്താണ് സിമ്പിൾസ് ആണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പോ സം എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഐ സെന്റൻസ് ആണ്, നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ പെർട്ടിക്കുലർ നെഗറ്റീവ് ഫോം സം എസ് ഈസ് നോട്ട് പി, അതായത് സം നോട്ട്, അതാണ് അതിന്റെ ഒരു ഫോം. സം കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു നോട്ടും കൂടി ഉണ്ടെങ്കിൽ അതെന്താണ് പെർട്ടിക്കുലർ നെഗറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. സം മെൻ ആർ നോട്ട് മോർട്ടൽ, കുറച്ച് മനുഷ്യർ എന്തല്ല മോർട്ടൽ അല്ല. അതായത് യൂണിവേഴ്സൽ ആയിട്ടുള്ള കാര്യത്തെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്, കുറച്ച് കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അതാണ്, പിന്നെ അത് നെഗറ്റീവ് ആണ്. അതുകൊണ്ടാണ് പെർട്ടിക്കുലർ നെഗറ്റീവ് എന്ന് പറഞ്ഞത്. അപ്പൊ 4 ടൈപ്സ് ഓഫ് കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ ആണ്: യൂണിവേഴ്സൽ അഫർമേറ്റീവ്, യൂണിവേഴ്സൽ നെഗറ്റീവ്, പെർട്ടിക്കുലർ അഫർമേറ്റീവ്, പെർട്ടിക്കുലർ നെഗറ്റീവ്, AEIO, ഓൾ, നോ, സം നോട്ട്. ഇതൊക്കെ നിങ്ങൾ ഓർത്തേക്കണം. ആ ഒരു ഫോം ഓർത്ത് വെക്കുക. ഓൾ കണ്ടാൽ യൂണിവേഴ്സൽ അഫർമേറ്റീവ്, നോ കണ്ടു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ നെഗറ്റീവ്, സം കണ്ടു കഴിഞ്ഞാൽ പെർട്ടിക്കുലർ അഫർമേറ്റീവ്, സം നോട്ട് കഴിഞ്ഞാൽ പെർട്ടിക്കുലർ നെഗറ്റീവ്. ഓക്കെ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ പറയാനുള്ളത് ഒരു ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ഒരു സിലോജിസം കണ്ടു കഴിഞ്ഞാൽ അതിൽ മേജർ ടേം, മൈനർ ടേം ആൻഡ് മിഡിൽ ടേം, ഇത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. എന്താണ് മേജർ ടേം, എന്താണ് മൈനർ ടേം, എന്താണ് മിഡിൽ ടേം എന്നുള്ളത്. ഇതൊക്കെ എന്താണ് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ നോക്കൂ, ഇവിടെ നോക്കൂ, ഓൾ മെൻ ആർ മോർട്ടൽ, ഹരി ഈസ് എ മാൻ, സോ ഹരി ഈസ് മോർട്ടൽ എന്നുള്ള ഒരു എക്സാമ്പിൾ ഇവിടെ കണ്ടോ. 5th ലൈൻ അല്ല 6th ലൈൻ, all men are mortal, all men are mortal, Hari is a man, so Hari is a mortal. ഇത് കണ്ടോ, ഈ ഒരു ഇതിൽ നോക്കാം, ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ഇനി എന്താണ് മേജർ ടേം എന്നുള്ളത് നോക്കൂ. സബ്ജക്ട് ഓഫ് ദ കൺക്ലൂഷൻ, ഗൈസ് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ സബ്ജക്ട് ഓഫ് ദ കൺക്ലൂഷൻ ഈസ് മൈനർ ടേം എന്നാണ് കേട്ടോ. ഇവിടെ വെരി സോറി, ഐ ആം റിയലി സോറി ഗൈസ്. പ്രെഡിക്കേറ്റ് ഓഫ് ദ കൺക്ലൂഷൻ ആണ് എന്ത്, മേജർ ടേം. ഇവിടെ മൈനർ ടേം ആണ്. ജസ്റ്റ് ഒന്ന് ഇത് സ്ക്രീൻഷോട്ട് എടുത്താലും വെക്കരുത്, ഇതിലൊരു മിസ്റ്റേക്ക്. ഇതൊന്ന് കറക്റ്റ് ചെയ്യണേ. ഒന്നും കൂടെ നോക്കുക. സബ്ജക്ട് ഓഫ് ദ കൺക്ലൂഷൻ, അതായത് ഇതിൽ ഏതാണ് ഒരു സിലോജിസം കണ്ടു. ഓൾ മെൻ ആർ മോർട്ടൽ, ഹരി ഈസ് എ മാൻ, സോ ഹരി ഈസ് എ മോർട്ടൽ. ഇതില് സോ ഹരി ഈസ് എ മോർട്ടൽ എന്നുള്ളതാണ് കൺക്ലൂഷൻ. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് പ്രിമൈസിൽ നിന്ന് ഡ്രോൺ ചെയ്തെടുക്കുന്ന നമ്മൾ കൺക്ലൂഷൻ ആണ്. ഇതിലെ സബ്ജക്റ്റ്, ഓക്കെ, ഇതിലെ സബ്ജക്റ്റ് ഏതാണ്, ഹരി അല്ലെ.
ആദ്യത്തേത് നമ്മൾ സബ്ജക്റ്റ് എന്നും രണ്ടാമത്തേതിന് പ്രെഡിക്കേറ്റ് എന്നും ഒക്കെ നമ്മൾ ആ സ്ട്രക്ചറിൽ പറഞ്ഞു ഇതിനെ കോപ്പുല എന്ന് പറയും ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ സബ്ജക്ട് ഓഫ് ദ കൺക്ലൂഷൻ ആണ് എന്ത് മൈനർ ടേം എന്ന് പറയുന്നത്. അപ്പൊ കേസ് ഇവിടെ തിരുത്തണം കേട്ടോ. സബ്ജക്ട് ഓഫ് ദ കൺക്ലൂഷൻ ഈസ് മേജർ ടേം എന്നുള്ളത് മൈനർ ടേം എന്നുള്ളതാണ്. ഓക്കെ, ഇനി പ്രെഡിക്കേറ്റ് ഓഫ് ദ കൺക്ലൂഷൻ ഈസ് മേജർ ടേം. ഓക്കെ, ഇവിടെ ഇതാ നമ്മുടെ കൺക്ലൂഷൻ. ഇതിലെ പ്രെഡിക്കേറ്റ് ഏതാണ്? കൺക്ലൂഷന്റെ മോർട്ടൽ. ഇതിനാണ് നമ്മൾ എന്ത് പറയാ മേജർ ടേം എന്ന് പറയുന്നത്. ഒരിക്കലും മാറരുത്, അത് ടൈപ്പ് ചെയ്തെടുത്തൊരു മിസ്റ്റേക്ക് ആണ് ഗൈസ്, നിങ്ങൾ മാറരുത്. സബ്ജക്ട് ഓഫ് ദ കൺക്ലൂഷൻ ഈസ് എന്താ പറയാ മൈനർ ടേം എന്നും പ്രെഡിക്കേറ്റ് ഓഫ് ദ പിന്നെ കൺക്ലൂഷൻ ഈസ് ദ മേജർ ടേം. മറക്കരുത്, ആദ്യത്തത് കൺക്ലൂഷന്റെ ആദ്യത്തത് മൈനർ ടേം, രണ്ടാമത് വരുന്നത് മേജർ ടേം ആണ് കേട്ടോ ഗൈസ്. ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് കറക്റ്റ് ചെയ്യണേ. ഇനി ഏതാണ് മേജർ പ്രിമൈസ്, ഏതാണ് മൈനർ പ്രിമിസ് നോക്കാം. നമുക്ക് പറയുന്നത് ഇവിടെ ഞാൻ മൈനർ തന്നെയാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്, ഇവിടെ മാത്രം ഒന്ന് ജസ്റ്റ് മാറിപ്പോയത്. അതായത് ഈ മൈനർ ടേം ഇവിടെ ഹരി എന്നുണ്ടല്ലോ, ഈ ഹരി ഏതിലാണോ ആദ്യത്തെ രണ്ട് പ്രിമൈസിൽ നിന്ന് ഹരി ഏതിലാണുള്ളത് നോക്കാം. ഇതിലെ ഈ സബ്ജക്റ്റ് കിടക്കുന്നത് ഏത് പ്രിമൈസിലാണോ, കണ്ടോ ഹരി ഈസ് എ മാൻ, ഹരി ഇതിലാണുള്ളത്, അതിനാണ് നമ്മൾ എന്താ പറയാ മൈനർ പ്രിമൈസ് എന്ന് പറയാം. ഇനി മോർട്ടൽ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രെഡിക്കേറ്റ്, അത് ഏതിലാണുള്ളത് നോക്കാം, ഏത് പ്രിമൈസിലാണുള്ളത് നോക്കാം. മോർട്ടൽ എന്നുള്ളത് ഒന്നാമത്തെ പ്രിമൈസിലാണ് കിടക്കുന്നത്, അതിനാണ് നമ്മൾ മേജർ പ്രിമൈസ് എന്ന് പറയാം. അതായത് മേജർ ടേം കിടക്കുന്ന പ്രിമൈസ് മേജർ ടേമും മൈനർ ടേം കിടക്കുന്ന പ്രിമൈസ് മൈനർ പ്രിമൈസ് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, പിന്നെ ഏതാണ് മിഡിൽ ടേം? ഇപ്പൊ നമ്മൾ മേജർ ടേമോ പറഞ്ഞു, മൈനർ ടേം ഏതാണെന്ന് പറഞ്ഞു. ഇനി ഏതാണ് നമുക്ക് മിഡിൽ ടേം? മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ രണ്ട് പ്രിമൈസിലും കോമൺ ഉള്ള ഏതാണ്? ഇതിൽ രണ്ട് പ്രിമൈസിലും കോമൺ ഉള്ളത് മാൻ, മെൻ, മാൻ. അതായത് ഒന്ന് സിംഗുലർ ആണ്, എന്താണ് പ്ലൂറൽ ആണെന്നുള്ളൂ, പക്ഷെ ഇതിലുള്ള വേർഡ് സെയിം തന്നെയാണ്, മെൻ അല്ലെങ്കിൽ മാൻ എന്നുള്ളതാണ് എന്ത് ഇതിലെ മിഡിൽ ടേം എന്ന് പറയുന്നത്. അപ്പൊ മേജർ ടേം, മൈനർ ടേം, മിഡിൽ ടേം ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ആ ഫസ്റ്റത്തെ അതൊന്നും ജസ്റ്റ് തിരുത്തിട്ട് എഴുതട്ടെ ഗൈസ്, നിങ്ങൾ നോട്ടൊക്കെ എഴുതുന്നവരാണെങ്കിൽ. അപ്പോൾ സബ്ജക്ട് ഓഫ് ദ കൺക്ലൂഷൻ മൈനർ ടേം, പ്രെഡിക്കേറ്റ് ഓഫ് ദ കൺക്ലൂഷൻ മേജർ ടേം, രണ്ടിലും കോമൺ ആയിട്ടുള്ള ടേം ആണ് നമുക്ക് എന്താ പറയാ മിഡിൽ ടേം എന്ന് പറയുന്നത്. അപ്പോൾ മൈനർ ടേം കിടക്കുന്ന പ്രിമൈസിനെ മൈനർ പ്രിമൈസ് എന്നും മേജർ ടേം കിടക്കുന്ന പ്രിമൈസിനെ മേജർ പ്രിമൈസ് എന്നാണ് നമ്മൾ പറയാം. അപ്പൊ ഇത്രയും കാര്യമാണ് ഇതിൽ പറയാനുള്ളത്. ജസ്റ്റ് ഞാൻ ഇത്രയും ഭാഗത്ത് നിന്നൊരു PYQ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞേ എന്തായിരിക്കും ആൻസർ. ക്വസ്റ്റ്യൻ എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഇന്റിജേഴ്സ് ഈസ് ഡിവിസിബിൾ ബൈ 2. Therefore 4 into 5 is equal to 20 is divisible by 2. This is an example of which type of reasoning. ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് ജസ്റ്റ് ഇതിന്റെ ആൻസർ വന്നിട്ട് ഇത്രയും നേരം പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ നോക്കട്ടെ. ഡി വരുന്നുണ്ട്. ഡി നദീറയും മനീസും മാത്രമേ ഉള്ളൂ ക്ലാസ്സില്. Where is remaining 6 persons? സി വരുന്നുണ്ട്. ബാക്കി അടുത്തത് അഗെയിൻ സി ആണ്. കഴിഞ്ഞോ ഗൈസ്? ബാക്കിയുള്ളവരും കൂടി പെട്ടെന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാല് ജസ്റ്റ് നിങ്ങൾക്ക് എത്രത്തോളം കാര്യങ്ങൾ കിട്ടി എന്നുള്ള കാര്യം ഒന്ന് എനിക്കൊന്ന് ക്ലിയർ ആയിരുന്നു. ഇവിടെ ഇല്ലേ ബാക്കി? ഗൈസ്
ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് നോക്കാം. ഇതെന്താ ക്വസ്റ്റ്യൻ എന്ന്? പ്രൊഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഇന്റിജേഴ്സ് ഈസ് ഡിവിസിബിൾ ബൈ 2, therefore 4 into 5 is equal to 20 is divisible by 2. എന്താ പറഞ്ഞത് ആദ്യം? പ്രൊഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഇന്റിജേഴ്സ് നമ്മൾ പറയാണ്, പൊതുവായിട്ട് നമ്മൾ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു വെക്കാണ് ഇവിടെ. എന്ത്? അടുത്തടുത്തുള്ള രണ്ട് കോൺസിക്യൂട്ടീവ് ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്തടുത്ത് വരുന്ന, അത് 1 2 എന്ന് പറഞ്ഞത് കോൺസിക്യൂട്ടീവ് ആണ്. ദെൻ 2 3 4 5 6 7 ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന രണ്ട് സംഖ്യകൾ എന്താണ് ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യയെ 2 കൊണ്ട് ഹരിക്കാം എന്നാണ് നമ്മൾ പറയുന്നത്. ഏത് സംഖ്യ എന്നൊന്നും പറയുന്നില്ല, ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണ്. അതായത് പ്രൊഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഇന്റിജേഴ്സ്, രണ്ട് അടുത്തടുത്ത് വരുന്ന സംഖ്യകളുടെ ഗുണനം, അതായത് പ്രൊഡക്റ്റ് എന്താണ്? ഈസ് ഡിവിസിബിൾ ബൈ 2, 2 കൊണ്ട് അതിനെ നമുക്ക് ഹരിക്കാൻ പറ്റും എന്ന് പറയാണ്. ആദ്യം ഒരു കാര്യം പറഞ്ഞു വെച്ചു, ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു വെച്ചു. ദെൻ അടുത്ത സെന്റൻസ് ആണ് therefore 4 into 5 is equal to 20 is divisible by 2. എന്നിട്ട് നമ്മൾ പറയുകയാണെന്ത്? രണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. 4 into 5 എന്ന് പറഞ്ഞത് ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് രണ്ടെണ്ണം ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു കേസ് എടുത്ത് പറയുകയാണ്. എന്ത്? 4 into 5 is equal to 20 ആണ്, അതിനെ നമുക്ക് 2 കൊണ്ട് ഡിവിസിബിൾ ഹരിക്കാൻ പറ്റും എന്ന് പറയാണ്. ദിസ് ഇസ് എക്സാമ്പിൾ ഓഫ് വിച്ച് ഓഫ് ദ ടൈപ്പ് ഓഫ് റീസണിങ് എന്നാണ് പറയുന്നത്. ഇതെന്താ? ഏത് തരത്തിലുള്ള റീസണിങ് ആണ്? നമ്മളിപ്പോ പറഞ്ഞു നമ്മൾ അബ്ജക്റ്റീവ് റീസണിങ്, ഇൻഫോർമൽ റീസണിങ് ജസ്റ്റ് പറയാത്തുള്ളൂ. അതെന്താന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഇൻഡക്റ്റീവും ഡിഡക്റ്റീവും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? എന്താണ് ഡിഡക്റ്റീവ്? ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം കണ്ടെത്തി അതിന് ജനറൽ ആയിട്ടാണെങ്കിൽ അത് ഇൻഡക്റ്റീവും, ഡിഡക്റ്റീവ് ആണെങ്കിൽ ജനറൽ ടു സ്പെസിഫിക് ആണ്. ഇവിടെ അതല്ലേ സംഭവിച്ചത് ഗൈസ്? പൊതുവായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് സ്പെസിഫിക് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിക്കാണ്. അപ്പൊ ഇവിടെ ഏത് റീസണിങ് ആണ് നടന്നത്? ഡിഡക്റ്റീവ് അല്ലേ? ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഡിഡക്റ്റീവ്, ഇതാണ് ആൻസർ. അതായത് പൊതുവായിട്ടുള്ള രണ്ട് കാര്യം പറഞ്ഞിട്ട് അതിൽ നിന്ന് സ്പെസിഫിക് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പിന്നെ പറഞ്ഞു കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പൊ അതിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജനറൽ ടു സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ഡിഡക്റ്റീവ് റീസണിങ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, GST ഫോർമുല. ഓക്കെ, അപ്പോ ഇനി നോക്കൂ, അത് ക്ലിയർ ആയിട്ടുണ്ടാവും. നോക്കൂ, ഇനി ഇതിൽ എന്താണ് അബ്ജക്റ്റീവ് റീസണിങ്? ഇതുപോലെയുള്ള ഓപ്ഷൻസിലായിട്ടോ ഇത് കണ്ടിട്ടുള്ളൂ. എന്താണ് അബ്ജക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മോസ്റ്റ് പ്രോബബ്ലി അല്ലെങ്കിൽ മോസ്റ്റ് ലൈക്ലി എന്നൊക്കെ പറഞ്ഞാൽ സാധ്യത ഉണ്ട് എന്നറിയാം. അതായത് ഒരുപാട് ഒബ്സർവേഷൻ നടത്തും. ഇപ്പൊ അത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡോക്ടർ അടുത്ത് പോയാൽ നമ്മളിപ്പോ ഒരു തലവേദന അല്ലെങ്കിൽ നല്ല തലവേദന ഉണ്ട്, ആ ഒരു സമയത്ത് അവര് ചോദിക്കുക എന്താണ്? അവര് ഒരുപാട് ഒബ്സർവേഷൻ നമ്മളുടെ നടത്തും അല്ലെ? തല നോക്കും, മൂക്ക് നോക്കും, കണ്ണ് നോക്കും, നെഞ്ഞ് നോക്കും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവരെന്താണ് മോസ്റ്റ് ലൈക്ലി ഇതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് നീരിറങ്ങിയിട്ടായിരിക്കും, നിങ്ങൾ മഴ കൊണ്ട് നീരിറങ്ങിയിട്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫാനൊക്കെ തലയുടെ നേരെ വെച്ചിട്ട് നിങ്ങൾക്ക് നീരിറങ്ങിയിട്ടായിരിക്കും എന്താണ് തലവേദന ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരുപാട് ഒബ്സർവേഷൻ നിന്ന് അവർ മോസ്റ്റ് ലൈക്ലി, അതായത് കൂടുതൽ സാധ്യതയുള്ള റിസൾട്ട് ഇതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു റീസണിങ്, ഒരു കൺക്ലൂഷനിൽ എത്തുകയാണെങ്കിൽ അതിനാണ് നമ്മൾ എന്താ പറയാ അബ്ജക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഇത്ര ആലോചിച്ചാൽ മതി. മോസ്റ്റ് ലൈക്ലി അല്ലെങ്കിൽ മോസ്റ്റ് ലൈക്ലി, അതായത് കൂടുതൽ ഇതാവാനാണ് സാധ്യത. ഇതിൽ ജനറൽ ടു സ്പെസിഫിക് ജനറൽ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് എന്താണ് കൂടുതൽ സാധ്യതയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മോസ്റ്റ് ഇങ്ങനെ ഈ ഒരു എക്സാമ്പിൾ ആലോചിക്കുക ഡോക്ടറുടെ, അങ്ങനെ ഉള്ള ഒരു റീസണിങ്, ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ അതിനാണ് അബ്ജക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള ഓപ്ഷൻസിലുള്ളൂ കേട്ടോ കണ്ടിട്ട്. എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണെന്നുള്ളത്. അതായത് നമ്മൾ എലിമിനേഷൻ മെത്തേഡ് വഴി ആൻസറിലേക്ക് എത്തും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഓപ്ഷൻസിലെ മറ്റ് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ വ്യക്തമായിട്ട് അറിയില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് എത്താൻ പറ്റും. അതായത് 3 എലിമിനേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇതില് അബ്ജക്റ്റീവ് റീസണിങ് ഓൾറെഡി അറിയും, അപ്പൊ എന്തായാലും ഇതല്ല, ഓക്കെ, അത് എലിമിനേറ്റ് ചെയ്യാം. ഇൻഫോർമൽ റീസണിങ് നമുക്ക് അറിയും, അപ്പൊ എലിമിനേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് എന്താണ് കൺഫ്യൂഷൻ ഉണ്ടാവുക, ഇൻഡക്റ്റീവ് ആണോ ഡിഡക്റ്റീവ് ആണോ എന്നുള്ളതായിരിക്കും. അങ്ങനെ രണ്ടെണ്ണം പോയാൽ തന്നെ പിന്നെ കറക്കി കുത്താൻ രണ്ടെണ്ണല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ആൻസറിലേക്ക് എത്താം കേട്ടോ. പിന്നെ എന്താണ് ഇൻഫോർമൽ റീസണിങ്? ഇൻഫോർമൽ റീസണിങ് ആണ് ഇൻഡക്റ്റീവ് റീസണിങ്. ഇൻഡക്റ്റീവ് റീസണിങ്ങിനെ നമ്മൾ ഇൻഫോർമൽ റീസണിങ് എന്നാണ് പറയാ. ഡിഡക്റ്റീവ് റീസണിങ്ങിനെ നമ്മൾ ഫോർമൽ റീസണിങ് ആണ് പറയാ. അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു എന്താണ് പിന്നെ കള്ളിയൊക്കെ വരച്ച് എഴുതി കൊടുത്ത് നിങ്ങൾക്ക് ഒരു പോയിന്റും കൂടി ഉൾപ്പെടുത്താം. ഒന്ന്, ഡിഡക്റ്റീവ് ആണെങ്കിൽ അത് ഫോർമൽ റീസണിങ് ആണ് നമ്മൾ പറയാ. ഇൻഡക്റ്റീവ് ആണെങ്കിൽ അത് ഇൻഫോർമൽ റീസണിങ് എന്നാണ് പറയാ കേട്ടോ. അപ്പോ ഫോർമൽ റീസണിങ് കണ്ടു കഴിഞ്ഞാൽ അത് ഡിഡക്റ്റീവ് ആണ്, ഇൻഫോർമൽ റീസണിങ് എന്ന് പറഞ്ഞാൽ അത് ഇൻഡക്റ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ അല്ലേ ഗൈസ്? ഇനി ഒരു ഇത്
സിമ്പിൾ ആണ്. എന്നാലും ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടെ ആഡ് ചെയ്തതാണ്. All judges are fair-minded is an example of universal affirmative, universal negative, particular affirmative, particular negative. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. സിമ്പിൾ, വെരി സിമ്പിൾ. ഓക്കെ ഓക്കെ, ഇത് സംശയമൊന്നുമില്ല അല്ലെ? നമ്മൾ പറഞ്ഞ ഓൾ കണ്ടു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ അഫർമേറ്റീവ് സെന്റൻസ് ആണ്. നോ കണ്ടു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ നെഗറ്റീവ് ആണ്. ദെൻ സം കണ്ടു കഴിഞ്ഞാൽ പർട്ടിക്കുലർ അഫർമേറ്റീവ് ആണ്. സം നോട്ട് കഴിഞ്ഞാൽ പർട്ടിക്കുലർ നെഗറ്റീവ് ആണ്. നമുക്ക് സംശയമൊന്നുമില്ല, ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ദെൻ ഇനി ഗൈസ് സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ ആണ് എടുക്കാനുള്ളത്. 1 hour ആണ്. ഞാൻ 2 hourലേക്കുള്ള സ്ലൈഡ് പ്രിപ്പയർ ചെയ്ത് വെച്ചതാണ്. അപ്പോ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ പറയുമ്പോൾ കുറച്ച് ടൈം കൂടുതൽ വേണം. അപ്പൊ എന്താ, നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാലോ ഗൈസ്? നിങ്ങളൊക്കെ ആണെങ്കിൽ ഞാനൊക്കെയാണ്. ഞാൻ 2 hours ഒരു സ്ലൈഡ് ഒക്കെ റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ ഒക്കെയാണ്. പക്ഷെ നിങ്ങൾ ഇതിന് മുന്നേ 1 hour ക്ലാസ്സിലായിരുന്നു. അപ്പൊ ബോറടിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അല്ലേ? എന്താണ്, സ്റ്റോപ്പ് ചെയ്യല്ലേ? ഐ തിങ്ക് നിങ്ങൾ 10 to വേറൊരു ക്ലാസ്സിലായിരുന്നല്ലോ. ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ക്ലാസ് ഇസ് ഹാപ്പനിങ്. ഓക്കെ ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ കാണാം. പിന്നെ എന്തെങ്കിലും ഇപ്പൊ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാം. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇന്നത്തെ ക്ലാസ്സിൽ? എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാട്ടോ. ലീവ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഇട്ടാൽ ഐ വിൽ ക്ലിയർ. ഓക്കെ, നോ മാം, ഡൗട്ട് ഒന്നുമില്ല. അപ്പൊ ഓക്കെ, ശരി ഗൈസ്. അപ്പോൾ നല്ലോണം പഠിക്കുക, അടുത്ത ഭാഗങ്ങൾ വൃത്തിക്ക് നോക്കുക, ഉള്ള ഭാഗത്തുനിന്ന് വരുന്ന PYQs ഒക്കെ മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ.